തൊഴിൽ സംബന്ധിച്ച അറിവുകൾ, തൊഴിൽ പരിശീലനങ്ങൾ, ജനറൽ നോളജ് തുടങ്ങി വിജ്ഞാനം ലഭിക്കുന്ന ഏത് തരത്തിലുള്ള വിവരങ്ങളും നൽകുന്ന ഒരു പ്രസിദ്ധീകരണമാണ് തൊഴിൽ വീതിയും അതിനോടനുബന്ധിച്ചുള്ള കോമ്പറ്റീഷൻ വിന്നർ എന്ന പ്രസിദ്ധീകരണവും. അതിൻ്റെ ചുമതലയാണ് ഇപ്പോൾ ഞാൻ വഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാകാം എന്നെ ഇങ്ങനെ ക്ഷണിച്ചത്. അതിൽ വളരെ സന്തോഷം അറിയിക്കുന്നു, പ്രത്യേകിച്ച് രാജീവിനോടും വരുണിനോടും ഒക്കെ. അതിൽ സന്തോഷം അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇത് ഇതിൽ കേരളത്തിലെയും ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെയും അവസാന വാക്കുകളിലായ ഒന്നായ ഒരാൾ, ഒരു ബഹുമാന്യ വ്യക്തി ഇതിലൊരു പാർട്ടിസിപ്പൻ്റ് കൂടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. BS വാര്യർ സാറ് ഇതിനകത്തുണ്ട്. അദ്ദേഹം നിശബ്ദമായി ഇത് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. തീർച്ചയായും നമ്മളുടെ എല്ലാം മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു മാർഗദീപമാണ്. നമ്മുടെ സമുദായത്തിലെയും അത്തരത്തിൽ നമ്മൾ അദ്ദേഹത്തെ ഒരു സമുദായത്തിൻ്റെ ഒരു വ്യക്തിയായി ഒതുക്കുന്നത് ശരിയല്ല, പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം അത്തരത്തിലുള്ള ഒന്നായതുകൊണ്ടും കൂടി ഞാൻ പറയുകയാണ്. മലയാള മനോരമയെ സംബന്ധിച്ചാണെങ്കിലും കേരളത്തിലെ കരിയർ പ്രോസ്പെക്ട്സ് ആഗ്രഹിക്കുന്ന ഏത് കുട്ടിയുടെയും ഏത് രക്ഷിതാവിൻ്റെയും മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും ഒക്കെ നാക്കിൽ ആദ്യം വരുന്ന പേരാണ് വാര്യർ സാറ്. അദ്ദേഹമാണെന്ന് ധരിച്ച് ധാരാളം കോളുകൾ പലപ്പോഴും എനിക്ക് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഞാനെന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. ഞാനത് വളരെ സന്തോഷപൂർവ്വം കാണുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ മകനാകാനുള്ള പ്രായമേ എനിക്കുള്ളൂ താനും. അത്തരത്തിലുള്ളൊരു വാത്സല്യം അദ്ദേഹം തരാറുമുണ്ട്. അപ്പോൾ ആ തരത്തിലൊക്കെ അദ്ദേഹത്തോട് വ്യക്തിപരമായ ബന്ധങ്ങൾ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണലിസത്തോടുള്ള കാഴ്ചപ്പാട് ഈ മേഖലയെ കേരളത്തിൽ ഇത്രയും പ്രസക്തമായ ഒരു മേഖലയായി കൾട്ടിവേറ്റ് ചെയ്തെടുക്കാൻ അദ്ദേഹം കാണിച്ചിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഇപ്പോഴും 85 വയസ്സിനോടടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ഈ പ്രായത്തിലും അദ്ദേഹം ഇതിൽ കാണിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ്, സമയബന്ധിതമായ പ്രവർത്തനം എല്ലാം മാതൃകാപരമാണ് എന്ന് ഞാൻ അദ്ദേഹം ഈ സെഷനിൽ പങ്കെടുക്കാൻ വന്നതുകൊണ്ട് കൂടിയാണ് ഞാനിത് പറയുന്നത്. കാരണം ഇത് കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്നും ഇത് നാളെ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇനി പഠിക്കേണ്ടതില്ലാത്ത അദ്ദേഹം ഇതിനകത്ത് രജിസ്റ്റർ ചെയ്ത് താല്പര്യമെടുത്ത് ഇതിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെന്റ് നമുക്ക് വേറെ കൂടുതൽ വിശദീകരിക്കാതെ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ചെയ്യേണ്ട ഒരു കർമ്മമായിരിക്കാം ഒരുപക്ഷെ ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം കൂടുതലായി എത്രയോ വർഷങ്ങളായി, ഒരു 30-35 വർഷത്തിലധികമായി അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസിലേക്ക് നമ്മൾക്ക് എത്തണമെങ്കിൽ എത്രയോ വർഷങ്ങളെടുക്കും. ഇതൊരു എൻ്റെയും ഒരു അനുഭവത്തിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അത്തരത്തിൽ എന്തെങ്കിലും കുറവുകൾ അതിൽ തോന്നുകയാണെങ്കിൽ എൻ്റെ അറിവുകളിൽ വന്ന മാറ്റമോ ഞാൻ പലതവണ റെഫർ ചെയ്തിട്ടും തീർച്ചയായും വാര്യർ സാറിൻ്റേത് ഉൾപ്പെടെയുള്ള ലേഖനങ്ങളിൽ നിന്നും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ റെഫർ ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ റെഫർ ചെയ്തിട്ടൊക്കെ എടുത്ത വിവരങ്ങളാണ്. തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിൽ ശ്രദ്ധ പതിപ്പിക്കും. എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും എന്തൂസിയാസത്തെ അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഇതിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ 112 പാർട്ടിസിപ്പൻസിൻ്റെ ഒരു ബ്രേക്കപ്പ് കിട്ടിയപ്പോൾ മനസ്സിലായത്, +2 കഴിഞ്ഞവർ 40ഓളം പേർ, +2 കഴിഞ്ഞ 23 പേർ, +1 പഠിക്കുന്ന 20 പേർ, 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ 12 പേർ, 9ൽ പഠിക്കുന്ന 17 പേർ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ബ്രേക്കപ്പ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എറണാകുളത്തുകാരാണ് ഇതിൻ്റെ ഹോസ്റ്റ് ടീം എന്നുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ എറണാകുളത്താണ് പഠന താല്പര്യം കൂടുതലുള്ളവർ എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, 36 പേര് എറണാകുളം ജില്ലയിൽ നിന്ന് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചു. അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് വന്നിരിക്കുന്നത് 12 പേരുള്ള കണ്ണൂരിൽ നിന്നാണ്. തിരുവനന്തപുരത്ത് നിന്ന് 9 പേരും പാലക്കാട് നിന്നും മലപ്പുറത്ത് നിന്നും കോഴിക്കോട് നിന്നും ഒക്കെ 8 പേർ വീതവും ഒക്കെ ഇതിൽ പങ്കെടുക്കുന്നു. തൃശ്ശൂരിൽ നിന്ന് 9 പേരുണ്ട്. ഞാൻ വെറുതെ ഒരു പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു ഏറെക്കുറെ ഒരു ധാരണ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതൊന്നും ഒരു പ്രസക്തമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല. കാരണം ഇതൊരു പാൻ കേരള അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്കുള്ള ആളുകൾക്ക് കിട്ടാവുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ. നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു കാലത്തിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്ന് വിചാരിക്കുന്നു. കാരണം വീട്ടിനകത്ത് ഇരിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന ഒരു കാലത്ത് നമ്മൾ എന്ത് ചെയ്യും എന്ന് നമ്മളെല്ലാം ഓർത്തിരുന്നു. ഏകദേശം ഒരു 3, 4, 5 മാസം മുമ്പ് ഇനി എന്ത് ചെയ്യും എന്ന് ഓർത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം വന്നില്ലായിരുന്നെങ്കിൽ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള പുതിയ സാങ്കേതിക വിദ്യകൾ നടപ്പാക്കപ്പെടുമായിരുന്നു എന്ന് നമുക്ക് സംശയമുണ്ട്.
അത്തരത്തിലാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ മുൻകാലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരുന്ന മാറ്റത്തിന്റെ പ്രയാണത്തിന്റെ ഒരു വേഗം എന്ന് പറയുന്നത് അത്രയും സ്ലോ ആയിരുന്നു. നമ്മൾ എല്ലാ പുതിയ ടെക്നോളജിയോടും എപ്പോഴും വളരെ പതുക്കെയാണ് അതിലേക്ക് പരാവർത്തനം ചെയ്യപ്പെടുന്നത്. ആ തരത്തിലുള്ള ഇരുന്ന ഒരു കാലത്ത് നമ്മൾക്കൊരു മാറ്റത്തിന് വേണ്ടിയാണോ, മാറ്റി ചിന്തിക്കാൻ വേണ്ടിയാണോ, നമ്മളെല്ലാവരെയും അടിമുടി മാറ്റിയെടുക്കാൻ വേണ്ടിയാണോ എന്നറിഞ്ഞൂടാ ഈ കോവിഡ് വന്നു. കോവിഡ് പോയിട്ടില്ല. കോവിഡ് പോവും, കോവിഡ് വരുന്നു, അല്ല കോവിഡ് പോകുന്നു, കോവിഡ് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും കോവിഡ് പോകുമോ എന്ന് പോലും നമുക്കിപ്പോഴും അറിഞ്ഞുകൂടാ. കൊറോണ എന്ന് പറയുന്ന വൈറസിനോടൊപ്പം തന്നെ ജീവിക്കുക എന്നായിരിക്കാം ഒരുപക്ഷെ നാളെ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, അല്ലെങ്കിൽ ഏറ്റവും വലിയ രസകരമായ ചാലഞ്ച്. അതൊരു ചാലഞ്ചാണ്. അപ്പൊ ആ തരത്തിലുള്ള ഒരു ചാലഞ്ച് വന്നപ്പോൾ സ്വാഭാവികമായി ജേർണലിസ്റ്റിക് ഫീൽഡിലുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി അതിന്റെ സെറ്റ് ബാക്കുകൾ. എല്ലാ മേഖലയും അത് ബാധിച്ചു. തീർച്ചയായും ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ എല്ലാ മേഖലയിലുള്ള ആളുകൾക്ക് ഉണ്ടായതുപോലെയുള്ള അങ്കലാപ്പുകൾ ഞാനടക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. പിന്നീടാണ് നമ്മൾ വഴിമാറി ചിന്തിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. പുതിയ ടെക്നോളജി വരുന്നു, അല്ലെങ്കിൽ അടഞ്ഞുപോയ വാതിലുകൾക്ക് പകരം പുതിയ വാതിലുകൾ തുറക്കപ്പെടാൻ സാധ്യതയില്ലേ? നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ പുതുതായി ആളുകൾക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഇന്നലെ വരെ ശീലിച്ച ഒരു രീതിയിൽ നിന്ന്, ഇന്നലെ വരെ അഭ്യസിച്ച ഒരു ശൈലിയിൽ നിന്ന് നമ്മൾക്ക് എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും? ഇപ്പൊ BS വാര്യർ സാർ തന്നെ തൊഴിൽ വീതിയിൽ എഴുതിയ ഒരു ലേഖനം, ഏകദേശം 2 ഫുൾ പേജ് നിറഞ്ഞു കിടക്കുന്ന ഒരു ലേഖനത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പോസ്റ്റ് കോവിഡ് പീരീഡിൽ വരാൻ പോകുന്ന സാധ്യതകളെ കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചിരുന്നു. നമ്മൾ ആരും സങ്കല്പിക്കാത്ത, ഒരുപക്ഷെ നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റിയിട്ടില്ലാത്ത എത്രയോ പോയിന്റുകൾ അദ്ദേഹം അതിനകത്ത് കൊണ്ടുവന്നു. നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളുടെ കുട്ടികൾക്ക് ഒരു ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു ഡിഗ്രി മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നാളെ വേണമെങ്കിൽ നിങ്ങൾ ഇഫ് യു ആർ എന്തൂസിയാസ്റ്റിക് ഓർ ഹാർഡ് വർക്കിംഗ്, നിങ്ങൾക്ക് 2 ഡിഗ്രി ഒരേ സമയം പഠിക്കാം, 3 ഡിഗ്രി ഒരേ സമയം പഠിക്കാം. മറ്റൊരു കാര്യം, നമ്മൾക്ക് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം കോഴ്സ് ഫീ, അല്ലെങ്കിൽ കോഴ്സുകൾക്ക് ചേരാൻ വേണ്ടി കൊടുക്കേണ്ടി വരുന്ന തലവരി പണത്തിന്റെ ഒരു വലിയ ഭാരം നമ്മളുടെയൊക്കെ മാതാപിതാക്കളുടെ തലയിൽ പലപ്പോഴും വന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വരാനിരിക്കുന്നു എന്നുള്ളൊരു ഭയം നമുക്കുണ്ടാവാം. അതിൽ നിന്ന് നമുക്കുള്ള ഒരു വലിയ മോചനം പോലും ഇത്തരം ഓൺലൈൻ കോച്ചിങ്, ഓൺലൈൻ ക്ലാസ്സുകൾ നമുക്ക് നേടിത്തരാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരുപാട് പുതിയ സാധ്യതകൾ, ഒരുപാട് നല്ല സാധ്യതകൾ ഈ കോവിഡ് നമുക്ക് കൊണ്ടുതരികയാണ് ചെയ്തത് എന്ന് നമ്മൾ വിശ്വസിക്കണമെന്നാണ് എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളോട് ആദ്യമേ ഞാൻ പറയുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ എൻ്റെ വീട്ടിലുമുണ്ട്. അവനെ സംബന്ധിച്ചും ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും ഉണ്ട്. സ്വാഭാവികമായും മാതാപിതാക്കളായ ഞങ്ങൾക്കും ഉണ്ട്. അതിനെ നമ്മൾ അതിജീവിക്കേണ്ടത് എങ്ങനെയാണ്? ഈ സാഹചര്യം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു സാഹചര്യം നാളെ നമ്മൾ നേരിടുന്ന ഒരു പുതിയ വഴിയുടെ ആരംഭമാണ് എന്ന് മാത്രം നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. നമ്മൾ അങ്ങനെ വിശ്വസിക്കേ നിവൃത്തിയുള്ളൂ. അതല്ലാതെ ഇതൊരു ഒരു വഴിയുടെ അവസാനമാണ് എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഏത് വഴികളും അവസാനിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൽ കൃത്യമായി നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ചിന്തിക്കുന്നവർക്കും പുതിയ ആശയങ്ങൾ കണ്ടെത്തുന്നവർക്കും പുതിയ ആശയങ്ങളിൽ നിന്ന് പുതിയ ആശയങ്ങളിലേക്ക് സഞ്ചരിക്കുന്നവർക്കും വേണ്ടി മാത്രമുള്ളതാണ് ഈ ലോകം എല്ലാ കാലത്തും. പക്ഷേ കൊറോണയും കോവിഡും കൊണ്ടുവന്നത് പുതിയ ആശയങ്ങൾ ഉള്ളവർക്ക് മാത്രമേ ഇനി മുന്നോട്ട് സഞ്ചരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സന്ദേശമാണ്. പുതുതായി നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയില്ലെങ്കിൽ, ഇന്നലെ വരെ ശീലിച്ച രീതികളിൽ നിന്ന് പുതിയൊരു സാധ്യത നമ്മൾ മുന്നോട്ട് വച്ചിട്ടില്ലെങ്കിൽ, ഇന്നലെ വരെ ശീലിച്ച ഒരു രീതിയിൽ നമ്മൾ കെട്ടിയിടപ്പെടുന്ന ഒരവസ്ഥ നാളെ ഉണ്ടാകാം. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇനി അങ്ങോട്ടുള്ള പഠനത്തിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ടെക്നോളജിയെ മാറുന്നുള്ളൂ, പഠനമൊന്നും മാറുന്നില്ല. പഠനത്തിന്റെ സിലബസ്, നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഏറെക്കുറെ എത്രയോ കാലമായി, ഒരു 10-40 വർഷത്തിന് ശേഷമാണ് ഒരു ദേശീയ വിദ്യാഭ്യാസ നയം പോലും നമ്മളിപ്പോൾ പുതുക്കി പരീക്ഷിക്കാൻ പോകുന്നത്. നടപ്പാക്കാൻ ഇനിയും എത്രയോ സമയം എടുക്കുന്നതാണ് പറയുന്നത്. അതിന്റെ ആ കരട് രേഖ കൊടുത്ത സമിതി അധ്യക്ഷൻ കസ്തൂരിരംഗൻ സാറ് പോലും പറഞ്ഞത് 10 വർഷത്തോളം എടുക്കും ആ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണ്ണപ്രാപ്തിയിൽ നടപ്പാക്കാൻ എന്നാണ് അത് പറഞ്ഞത്. അപ്പം ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളെല്ലാം നടപ്പായി വരുമ്പോൾ സമയം എടുക്കുമായിരിക്കും. പക്ഷെ നമ്മളെ എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും? നമ്മളുടെ മുമ്പിലുള്ള ചാലഞ്ചിന് നമ്മൾ എങ്ങനെ തട്ടിത്തെറിപ്പിക്കുന്നു? ആ വെല്ലുവിളിയിൽ നിന്ന് എങ്ങനെ ഒരു പുതിയ ഞാൻ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കുട്ടികളായാലും മാതാപിതാക്കളായാലും ആലോചിക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. തീർച്ചയായും നമ്മളെല്ലാം പ്രതീക്ഷിക്കാത്ത ഏത് സാഹചര്യങ്ങൾ വരുമ്പോഴും നമ്മൾ ആശങ്കപ്പെടും. അതിന് മുന്നിൽ അല്പനേരമെങ്കിലും നമ്മൾ അങ്കലാപ്പോടെ നിൽക്കും. അത് നമ്മളെ എല്ലാവരെയും അലട്ടും. ദീർഘനാൾ ചിലപ്പോൾ അലട്ടി എന്ന് വരും. പക്ഷേ
അതിൽ സാധ്യതകളുണ്ട്. അതിൽ സാധ്യതകളുണ്ടെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതാണ്. ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത്, കോവിഡ് തുടങ്ങിയ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ടൂറിസം സെക്ടർ നശിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു 2 മാസം കഴിയുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ തോന്നുന്നത്, ഈ കോവിഡ് കഴിഞ്ഞിട്ട് വേണം എവിടേക്കെങ്കിലും ഒരു യാത്ര പോകാൻ എന്നുള്ള. ഞാനൊരു ചെറിയ രസകരമായ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. അത്രയ്ക്ക് നമ്മൾക്കെല്ലാം പുറത്തു പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. ഒരുപക്ഷേ ഇതിൽ ഒരു വാക്സിൻ വരികയും ഇതിന്റെ എണ്ണത്തിൽ നമ്പർ ഓഫ് പേഷ്യൻസിന്റെ കുറവ് വരികയും പാൻഡമിക് സ്പ്രെഡ് കുറയുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ നമ്മളെല്ലാവരും ഇനി ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എവിടേക്കെങ്കിലും ഒരു ചെറുതെങ്കിലും ഒരു ചെറിയൊരു യാത്ര പോവുക എന്നുള്ളതാണ്. അപ്പോൾ ടൂറിസ്റ്റ് സെക്ടർ മരിക്കുന്നില്ല. ഒരവസരം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് പുതിയ അവസരം ഉണ്ടാവുന്നത് അങ്ങനെയായിരിക്കാം. ആ തരത്തിൽ തന്നെ ഏത് മേഖലയെ സംബന്ധിച്ചാണെങ്കിലും നമ്മൾ ഫുഡിന്റെ മേഖലയെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ വരെ വലിയ ഹോട്ടലുകളെ കുറിച്ച് ചിന്തിച്ചിരുന്ന നമ്മൾ ചെറിയ ടേക്ക് അവേ കൗണ്ടറുകളെ കുറിച്ച് ഇപ്പോൾ കൂടുതലായിട്ട് ചിന്തിച്ചു തുടങ്ങി. വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ മാത്രം പോയിക്കൊണ്ടിരുന്ന നമ്മൾ ചെറിയ കടകളിലേക്ക് കൂടുതലായി പോയിക്കൊണ്ടിരിക്കുന്നു. അത് ആരോഗ്യപരമായ ചിന്ത കൊണ്ടാണ് ആണെങ്കിലും മറ്റു പലതരത്തിലുള്ള സാധ്യതകൾ അവസരങ്ങളുടെ കുറവ് കൊണ്ടായിരിക്കും, എന്തുകൊണ്ടോ ആയിക്കോട്ടെ അത്തരത്തിൽ. അപ്പൊ അത് ഒരു ഒരു ചെറിയ ഒരു പ്രാദേശിക വിപണിയാണ് വളർന്നു വരുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസത്തിലും ഇതുപോലെ തന്നെ സാധ്യതകൾ പലതും വരുന്നുണ്ട്. ഇത് ഞാൻ മുഖവുരയായിട്ട് ആമുഖമായിട്ട് ചില കാര്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ആദ്യമേ ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ കിട്ടിയിട്ടുള്ള എൻക്വയറീസ് എന്ന് പറയുന്നത് വളരെ ബൃഹത്തായ എൻക്വയറീസ് ആണ്. അത് ഒരുപക്ഷെ എനിക്ക് അനുവദിച്ച 1.5 മണിക്കൂറിനുള്ളിൽ അത് മുഴുവനായിട്ട് പറഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന് എനിക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ കിട്ടിയ എൻക്വയറിയിൽ വളരെ ജനറൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ പൊതുവെ ആളുകൾക്ക് അതിനെക്കുറിച്ച് വലിയ ബുദ്ധിമുട്ടില്ലാതെ അറിയുന്നതുമായ കാര്യങ്ങൾ ഞാൻ ഹ്രസ്വമായി മാത്രം പരാമർശിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ഒരു എഞ്ചിനീയറിംഗ് സ്റ്റഡിയെ കുറിച്ച് പലരും ചോദിച്ചിട്ടുണ്ട്. പോളിമേഴ്സിനെ കുറിച്ച് എങ്ങനെ പഠിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ ചെറിയൊരു കാര്യമാണ്. അതായത് പോളിമർ കെമിസ്ട്രി എന്ന് പറയുന്നത് BSc കെമിസ്ട്രിയുടെ ഒരു ഹയർ സ്പെഷ്യലൈസേഷൻ മാത്രമാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അധികം അറിവില്ലാത്തതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെയൊന്നും പരാമർശിക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്. അതിലൊക്കെ എടുക്കുന്ന സമയം കുറവായിരിക്കും. എനിക്ക് കിട്ടിയ ഒരു കൊറികളുടെ ഒരു ഓർഡറിൽ തന്നെ ഞാൻ ഏറെക്കുറെ പറയാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കുകയാണ്. അതിൽ ആദ്യമേ ചോദിച്ചിരിക്കുന്ന ഒരു പ്രധാന കാര്യം, കുറച്ച് ദിവസം മുമ്പാണ് ഇന്ത്യയിൽ ഈ തവണത്തെ സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്നത്. അപ്പൊ ആ സിവിൽ സർവീസിന്റെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അതിൽ ഒരു ഇരട്ടി അഭിമാനമുണ്ട്. അതായത് ഇപ്പൊ വീണ്ടും അത് സമുദായവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ആണല്ലോ, അതുകൊണ്ട് പറയാം. ഇത്തവണ ഇന്ത്യയിൽ ടോപ്പ് ആയി വന്ന മലയാളി ഒരു വാരനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, CS ജയദേവ് എന്ന് പറയുന്ന തൃശ്ശൂർ സ്വദേശി, ബാംഗ്ലൂരിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഫാമിലിയാണ്. അദ്ദേഹം ഒരു ലോ ഗ്രാജുവേറ്റ് ആണ്. അദ്ദേഹത്തിന് 5ാം റാങ്കാണ് കിട്ടിയത്. വളരെ കാലത്തിന് ശേഷമാണ് കേരളത്തിലേക്ക്, വളരെ കാലത്തിന് ശേഷം എന്ന് പറഞ്ഞുകൂടാ, ഒരു 5-8 വർഷത്തിനിടയ്ക്ക് ഒരു 5ാം റാങ്ക് വരുന്നത് അപൂർവമാണ്. നേരത്തെ ഹരിത വി കുമാർ ഉണ്ടായിരുന്നു, ഡോക്ടർ രേണുരാജിന് കിട്ടിയിരുന്നു, ശ്രീറാം വെങ്കിട്ടരാമനൊക്കെ ആ ഒരു തലത്തിലുള്ള റാങ്കുകൾ കിട്ടിയിട്ടുള്ള ആളുകളാണ്. അപ്പം സിവിൽ സർവീസിലേക്ക് നമ്മൾ എങ്ങനെ തയ്യാറെടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ചോദിച്ചിട്ടുള്ള ഒരു പ്രധാന എൻക്വയറി. സിവിൽ സർവീസിന് വേണ്ടി എന്തെല്ലാം തരത്തിൽ നമ്മൾ പഠിക്കണം. ഇപ്പോൾ 9ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ ഈ കൂട്ടത്തിലുണ്ട്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിവിൽ സർവീസിനെ കുറിച്ച് ചിന്തിക്കുന്നതും ഒരു ഡിഗ്രി തലം കഴിഞ്ഞിട്ട് സിവിൽ സർവീസിനെ കുറിച്ച് ചിന്തിക്കുന്നതും ഒരു PG കഴിയുമ്പോൾ സിവിൽ സർവീസിനെ കുറിച്ച് ചിന്തിക്കുന്നതും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പാഷൻ ആയിരിക്കും. നമ്മൾ ആലോചിക്കേണ്ടത് ഡിഗ്രി കഴിയുമ്പോഴും ആ പാഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളതാണ്. അതേ പാഷൻ തന്നെ PG ലെവൽ പഠിച്ചു കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എങ്കിൽ നമുക്ക് സിവിൽ സർവീസിലേക്ക് കടക്കാമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അതല്ലാതെ നമ്മൾക്ക് ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ സിവിൽ സർവീസ് കിട്ടുന്നുണ്ട്. കേരളത്തിലും ധാരാളം പേർക്ക് സിവിൽ സർവീസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ പോയി വാങ്ങിയെടുക്കാവുന്ന ഒരു സംഗതിയാണ് എന്ന ധാരണയോടെയോ അല്ലെങ്കിൽ ഞാനും ഒരു സിവിൽ സർവീസിനൊന്ന് ശ്രമിച്ചു കളയാമെന്നുള്ളൊരു വിചാരത്തോടെയോ നമ്മൾ ഇതിലേക്ക് കടക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അനുഭവങ്ങളിൽ നിന്ന് സിവിൽ സർവീസിന് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളും സിവിൽ സർവൻസ് ആയിട്ടുള്ള ആളുകളും എപ്പോഴും പറയുന്ന കാര്യവും ഇത് തന്നെയാണ്. നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ ഒരു സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് നമുക്ക് പോകണമെങ്കിൽ നമുക്ക് 21 വയസ്സായാൽ മതി, ഡിഗ്രി ഒരു മിനിമം ഒരു ബിരുദം ഉണ്ടായാൽ മതി. അത് സത്യമാണ്. അതുള്ള ആളുകൾക്ക് ധാരാളം സിവിൽ സർവീസ് കിട്ടുന്നുണ്ട്. ഈ വർഷം കേരളത്തിൽ 45ാമത്തെ റാങ്ക് കിട്ടിയ ഫസ്ന എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിക്ക് ഒരു ഡിഗ്രി മാത്രമേ ഉള്ളൂ. ഡിഗ്രി കഴിഞ്ഞ ആ കുട്ടി 3 വർഷത്തോളം തുടർച്ചയായി കഠിന പരിശ്രമം നടത്തി 23ാമത്തെ വയസ്സിൽ, വളരെ വലിയ അത്ഭുതങ്ങളിലൊന്നാണ്. കാരണം അത്രയും ചെറിയ പ്രായത്തിൽ സിവിൽ സർവീസിൽ കയറുന്ന ആളുകൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് വളരെ കുറവാണ്. ആ കുട്ടിക്ക് സിവിൽ സർവീസ് കിട്ടുന്നു, 45ാമത്തെ റാങ്ക് കിട്ടുന്നു. അത് ഉറപ്പായിട്ടും IAS കിട്ടുമെന്ന് വിശ്വസിക്കാവുന്ന ഒരു റാങ്കാണത്. അപ്പൊ അതുപോലെയുള്ള ആളുകൾ ഉണ്ട്.
എന്നുള്ളത് സത്യമാണ്. പക്ഷെ ഒരു സത്യം പറയാം. സിവിൽ സർവീസിന് വേണ്ടി ശ്രമിക്കുമ്പോൾ സിവിൽ സർവീസ് ഒരു യോഗ്യതയല്ല, ഒരു ബിരുദമല്ല, ഒരു കോഴ്സല്ല. സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒരു മേഖലയാണ്. ഒരു ജോലി മേഖലയാണ്. അപ്പൊ ആ തരത്തിലുള്ള ജോലി മേഖലയിലേക്ക് നമ്മൾ പോകുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. സിവിൽ സർവീസിന് ഒരു വർഷം ആകെ കൂടി ഇന്ത്യയിൽ മുഴുവൻ തിരഞ്ഞെടുക്കപ്പെടുന്നത് 10-800 പേരാണ്. ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായത് 829 പേരാണ്. അത് എല്ലാ തരത്തിലുള്ള സംവരണവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ചേരുന്ന ഒരു റാങ്ക് ലിസ്റ്റാണത്. അതില് അത്ര ഏതാണ്ട് 900-ത്തിനടുത്ത് തന്നെയാണ് വേക്കൻസികളുള്ളൂ. അതിൽ 72 പേർക്ക് മാത്രമാണ് ഈ വർഷം IAS കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പൊ ആ തരത്തിൽ വളരെ പരിമിതമായ, വളരെ കഠിനമായ വഴികളിലൂടെ സഞ്ചരിച്ച് ഇന്റർവ്യൂവിലായാലും റിട്ടൺ ടെസ്റ്റിലായാലും ഇന്റർവ്യൂവിലായാലും ഒക്കെ നമ്മൾ എത്തിപ്പെടേണ്ട ഒരു മേഖലയാണ് സിവിൽ സർവീസ് എന്നുള്ളത് കൊണ്ട് തന്നെ സിവിൽ സർവീസിന് എയിം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു മനസ്സിൽ വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട യോഗ്യത നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ്. 21 വയസ്സ് മുതൽ 32 വയസ്സ് വരെയാണ് ഒരു ജനറൽ കാറ്റഗറിയിൽ സിവിൽ സർവീസിന് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി. ഈ 32 വയസ്സ് വരെയും സിവിൽ സർവീസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും നമുക്ക് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ളത് സത്യം. പക്ഷേ ലക്ക് എന്ന് പറയുന്നത് ആ സമയം നമ്മൾ പരീക്ഷ എഴുതുന്ന ദിവസം, ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുന്ന ദിവസം, അന്നത്തെ സമയം, അന്നത്തെ നമ്മുടെ മാനസികാവസ്ഥ, അന്ന് നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നവരുടെ മാനസികാവസ്ഥ, ഇതെല്ലാം ചേരുന്നതാണ് നമ്മളുടെ ഭാഗ്യം. അപ്പൊ ആ ഒരു ഭാഗ്യത്തിന് നമ്മുടെ ജീവിതത്തെ നമ്മൾ വിട്ടുകൊടുക്കരുത്. ആ ഒരു ഭാഗ്യത്തിന് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കാനുള്ള പരിശ്രമം നടത്തുമ്പോൾ തന്നെ അത് അഥവാ നമ്മൾക്ക് അത് കൈവരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് മറ്റൊരു നല്ല മേഖല ഉണ്ടാവണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതേസമയം നമ്മൾ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി വിചാരിക്കുകയാണ് എനിക്ക് സിവിൽ സർവീസിലേക്ക് വരണം, എന്ത് ചെയ്യണം? വെറുതെ നമുക്ക് സിവിൽ സർവീസിലേക്ക് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണല്ലോ UPSC നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ, ഈ ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു പരീക്ഷ, ഇത്രയും അധികം ആളുകൾ കഠിനമായി പരിശ്രമം, 1,00,000-ഓളം പേര് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്നതും ഏകദേശം 1000-ൽ താഴെ ആളുകൾ മാത്രം റാങ്ക് ലിസ്റ്റിൽ വരുന്നതുമായ ഈ പരീക്ഷ എത്രത്തോളം സ്ക്രീനിങ് നടത്തിയിട്ടായിരിക്കും ആളുകളെ തിരഞ്ഞെടുക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം, ആ എണ്ണത്തിൽ നിന്ന് തന്നെ. അപ്പൊ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അനായാസമായി നമുക്ക് നടന്നു കയറാൻ പറ്റുന്ന ഒരു മേഖലയല്ല സിവിൽ സർവീസ്. നമ്മൾ ധാരാളമായി വായിക്കേണ്ട ഒരു ഒരു അത്യാവശ്യം അതിനകത്തുണ്ട്. ചെറുപ്പം മുതൽ തന്നെ ധാരാളമായി വായിക്കേണ്ടതുണ്ട്. എന്ത് വായിക്കുന്നു ഉള്ളതല്ല പ്രധാനം, നമുക്ക് വായനാ ശേഷിയുണ്ടോ, വായനാ താല്പര്യമുണ്ടോ, വായനാ കൗതുകമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 2, ഈ മറ്റ് പല ജോലികളിലും നമ്മൾ പറയുന്നത് പോലെ തന്നെ വളരെ അനിവാര്യമായ സിവിൽ സർവീസിലുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളുടെ ഒബ്സർവേഷൻ പവർ. നമുക്ക് ഒരു നിരീക്ഷണ പാഠവം എന്ന് പറയുന്നത് തീർച്ചയായും ഇതൊരു സേവന മേഖലയാണ്. തീർച്ചയായും നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. ഞാൻ പറയുന്നത് ചെറിയ കുട്ടികളാകുമ്പോൾ അത് ഉണ്ടാവുമെന്നല്ല പറയുന്നത്. ഈ പാഷൻ വളരുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യം, ഇതൊരു സേവന മേഖലയാണ്. സമയം നോക്കിയുള്ള ജോലിയല്ല, ശമ്പളത്തിന് കണക്കായിട്ടുള്ള ജോലിയല്ല. ഇതിന് കിട്ടുന്ന ശമ്പളത്തിന്റെ എത്രയോ അധികം സമയവും മണിക്കൂറുകളും ചെലവഴിക്കേണ്ടി വരുന്ന ഒരു ജോലിയാണ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഇതിന് തയ്യാറെടുക്കാൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സേവന തൽപരതയും സേവന മനസ്ഥിതിയും നമുക്ക് ചെറുപ്പം മുതൽ ഡെവലപ്പ് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളുടെ പത്രം വായനാ ശീലം വളരെ കൃത്യമായി തുടരുക എന്നുള്ളതാണ്. ഞാൻ പത്രത്തിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് മാത്രം പറയല്ല, സിവിൽ സർവൻസ് ആയിട്ടുള്ള ഏത് ആളുകളോട് സംസാരിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉത്തരമാണിത്. കാരണം പത്രത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആനുകാലികമായ വിവരം എന്ന് പറയുന്നത് വളരെ അധികമാണ്. ഇപ്പൊ TV-യിൽ നിന്ന് കിട്ടുന്നില്ല എന്നല്ല, ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതല്ല, ധാരാളം മേഖലയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ പത്രത്തിൽ നിന്നുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 12, 16, 18, 20, 24 പേജുകളിൽ ഒരു ദിവസത്തെ അല്ലെങ്കിൽ തലേ ദിവസത്തെ വിവരങ്ങൾ മുഴുവൻ വളരെ വിശദമായി മേഖല തിരിച്ച് അവസരങ്ങൾ തിരിച്ചെല്ലാം കൊടുക്കുന്ന ഒരു സംഗതിയാവുമ്പോൾ അത് നിങ്ങൾക്ക് പ്രിന്റഡ് ആയിട്ട് നമ്മുടെ കയ്യിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന രീതിയിൽ അതിന്റെ സപ്ലിമെന്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പത്രത്തിന്റെ ഒരു പ്രത്യേകത. മാത്രമല്ല വായനയുടെ നമ്മൾ പണ്ട് മുതലേ ശീലിച്ചിട്ടുള്ളതും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമായ കാര്യം, പ്രിന്റ് വായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതെന്ന് തന്നെയാണ് ഈ അത്യന്താധുനിക യുഗത്തിലും തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് പത്രം വായന തുടരുകയും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട നമ്മളുടെ അറിവുകൾ കൃത്യമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുക എന്നുള്ളതും ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു കാര്യം, അതും സിവിൽ സർവീസിൽ കടന്നിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ വർഷത്തെയും പഠനം പൂർത്തിയാകുമ്പോൾ നമ്മുടെ പുസ്തകങ്ങൾ ഒന്നുകിൽ ചെറിയ വിലയ്ക്ക് ആക്രിക്കാർക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ ജൂനിയർ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുട്ടി പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് നമ്മുടെ രീതി. ഒരു കാര്യം സത്യമാണ്, 8ാം ക്ലാസ് മുതലെങ്കിലുമുള്ള പാഠപുസ്തകങ്ങൾ സിവിൽ സർവീസിനെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ്, വളരെ നിർണായകമാണ്.
അതുകൊണ്ട് അത് ആ പാഠപുസ്തകങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുക. സിവിൽ സർവീസ് പാഷനുള്ള കുട്ടികളാണെങ്കിൽ 8 മുതൽ 12 വരെയുള്ള NCERT ടെക്സ്റ്റ് ബുക്സ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് സൂക്ഷിച്ചു വെക്കുക. മറ്റൊരു കാര്യം, നമ്മൾക്ക് ഏത് മേഖലയിലെത്തിയാലും അനിവാര്യമാണെങ്കിലും സിവിൽ സർവൻസിനെ സംബന്ധിച്ച് നല്ല വൊക്കാബുലറി, നല്ല പ്രസന്റേഷൻ സ്കില്ല് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രസന്റബിലിറ്റിയും വളരെ പ്രധാനപ്പെട്ടതാണ്. അതും നമ്മൾ കാലക്രമേണ വളർത്തിയെടുക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡാണ്. സിവിൽ സർവീസ് കോച്ചിങ്ങിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് ഞാൻ പ്രത്യേകം ഇവിടെ പറയേണ്ടതില്ല. കാരണം നമുക്ക് തന്നെ ഏറെക്കുറെ അറിയാവുന്ന ധാരാളം സ്ഥാപനങ്ങൾ നമ്മൾക്കിടയിൽ ഉണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്, വളരെ നല്ല സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. ഗവൺമെന്റ് മേഖലയിൽ കേരളത്തിൽ തിരുവനന്തപുരത്ത് സിവിൽ സർവീസ് അക്കാഡമി ഏറ്റവും നല്ല കോച്ചിങ് കൊടുക്കുന്ന സ്ഥാപനമാണ്. അവരുടെ ഫ്രാഞ്ചൈസികളായിട്ട് തന്നെ കോഴിക്കോടും ആലപ്പുഴയിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ചെറിയ കുട്ടികൾക്ക് വരെ അവിടെ കൊടുക്കുന്നുണ്ട്. അത്രയും ചെറിയ പ്രായത്തിൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിന് പോകണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ പോയി പരിചയിക്കാവുന്നതാണ്. കാരണം നമ്മളുടെ എല്ലാം ഇൻട്രസ്റ്റുകൾ കാലക്രമേണ മാറും. ഏകദേശം ഒരു 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള സങ്കല്പങ്ങളാണ് നമ്മളുടെ എല്ലാം മനസ്സിലൂടെ കടന്നു പോകുക എന്നുള്ളത് കൊണ്ടാണ് ഒരു വിദ്യാഭ്യാസ രീതിയും നമുക്ക് ഒരിടത്ത് മാത്രം പെട്ടെന്ന് ഒരു തീരുമാനമെടുത്ത് അടിയുറച്ച് നിൽക്കാൻ പറ്റാത്തത്. അത്രയുമാണ് സിവിൽ സർവീസിനെ കുറിച്ച് ഞാൻ പറയുന്നുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരുപാട് പേര് ചോദിച്ചു എന്ന് മനസ്സിലാക്കിയൊരു കാര്യം, നമുക്ക് ഡിഫൻസിലേക്ക് എങ്ങനെ നല്ലൊരു ജോലി നേടാം എന്നുള്ളതാണ്. അതിന് കൃത്യമായി ഒരു ഉത്തരമോ 2 ഉത്തരമോ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം നമുക്ക് തന്നെ അറിയാം, ഒരു സൈന്യത്തിൽ ഏകദേശം എത്ര ജോലിക്കാരുണ്ടാവുമെന്ന് നമുക്ക് കണക്കുണ്ടാവുമോ? എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം, സൈന്യത്തിൽ ഇന്ത്യയുടെ കരസേനയിൽ മാത്രം ഏകദേശം 50,000-ഓളം ഓഫീസർ പോസ്റ്റുകൾ മാത്രമുണ്ട്. ഓഫീസർ പോസ്റ്റ് മാത്രമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അതല്ലാത്ത പോസ്റ്റുകൾ എത്രയുണ്ടാവും? ധാരാളം, എത്രയോ അധികം ഉണ്ടാവും. ഏകദേശം 12,000-ഓളം ഓഫീസർമാർ എയർഫോഴ്സിലും നേവിയിലും ഉണ്ട്. അപ്പോൾ ഇത്രയും ഓഫീസർ പോസ്റ്റുകൾ മാത്രമുള്ള ഒരു സേനയിൽ ജോലി അവസരം എന്ന് പറയുന്നത് ധാരാളമുണ്ട്. അത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് 10 മുതൽ 12 മുതൽ ഇപ്പോൾ +2 മുതൽ അങ്ങോട്ടുള്ള ധാരാളം ജോലികൾ നമുക്ക് സാധ്യതയുണ്ട്. പക്ഷേ +2 തലത്തിൽ തന്നെ നമുക്കൊരു നല്ല കരിയർ ഡിഫൻസിൽ നേടിയെടുക്കാവുന്ന ഒരു അവസരമാണ് നാഷണൽ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്ന NDA എൻട്രൻസ് ടെസ്റ്റ്. വർഷത്തിൽ 2 തവണ അത് എൻട്രൻസ് നടത്താറുണ്ട്. പക്ഷേ ഇത്തവണത്തെ കോവിഡ് പശ്ചാത്തലത്തിൽ അത് രണ്ടും കൂടി ചേർന്ന് ഈ വർഷം ഇപ്പം അടുത്ത സെപ്റ്റംബർ 6-ാം തീയതി ഒന്നിച്ചാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ഒരു 800 ചില്ലാൻ വേക്കൻസികളാണ് ഓരോ വർഷവും വരാറുള്ളത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മോറോവർ മാറിക്കൊണ്ടിരിക്കും. 16 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ആ പരീക്ഷ എഴുതാൻ സാധിക്കുക. അപ്പോൾ NDAയിലൂടെ നമുക്ക് അഡ്മിഷൻ കിട്ടുമ്പോൾ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ, ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ചേരാനുള്ള അവസരം വരുന്നു. അല്ലെങ്കിൽ കണ്ണൂർ ഏഴിമലയിലുള്ള ഇന്ത്യൻ നേവൽ അക്കാഡമിയിൽ ചേരാം. ഹൈദരാബാദിലെ എയർഫോഴ്സ് അക്കാഡമിയിൽ ചേരാം. ചെന്നൈയിലെ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമി, ഇവിടെയൊക്കെയാണ് നമുക്ക് കോച്ചിങ് കിട്ടാനുള്ളത്. അതൊക്കെ നമ്മുടെ മാർക്കിനനുസരിച്ചും ഇപ്പോൾ ആർമിയിലാണ് കൂടുതൽ ആളെ വേണമെന്നുണ്ടെങ്കിൽ ആർമിയിലേക്കുള്ള അത്തരം അക്കാഡമികളിൽ കൂടുതൽ ആളുകളെ എടുക്കുമായിരിക്കും. അതാത് വർഷത്തെ വരുന്ന വേക്കൻസികളുടെ കണക്കിനനുസരിച്ച്. ഇനി 50,000 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എണ്ണമാണ്. എല്ലാ വർഷവും വരുന്നത് അതിൻ്റെ എത്രയോ 10-ലൊന്നോ ഒക്കെ ആയിരിക്കും വേക്കൻസികൾ വരുന്നുണ്ടാവുക. അപ്പം ഇതിനകത്ത് നമ്മൾ NDA വഴി നമ്മൾ ചെല്ലുന്നതും, മറ്റൊരു വഴി എന്ന് പറയുന്നത് ബിരുദം നേടിക്കഴിഞ്ഞിട്ട് നമ്മൾക്ക് കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എക്സാം എന്ന് പറയുന്ന കുറെ കൂടി പ്രധാനപ്പെട്ടെന്നല്ല ഞാൻ പറഞ്ഞത്, കുറച്ചും കൂടി കഠിനമായ ഒരു പരീക്ഷയാണത്. NDA പരീക്ഷയും വളരെ കഠിനമാണ്. +2 ലെവലിലുള്ള കുട്ടികൾക്കായതുകൊണ്ടുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. മറ്റേത് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ CDS പരീക്ഷ കഴിയുമ്പോൾ, ഈ CDS പരീക്ഷയായാലും NDA പരീക്ഷയായാലും നമ്മൾ നേരിടുന്ന വലിയ പരീക്ഷ പിന്നെ ബാക്കിയിരിക്കുന്നേ ഉള്ളൂ. സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഒരു ഇൻ്റർവ്യൂ, 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ് പിന്നീട് അങ്ങോട്ട് നമ്മൾ നേരിടേണ്ട ഏറ്റവും വലിയ ഒരു പരീക്ഷ. ഒരർത്ഥത്തിൽ അത് നമ്മൾ ഒരു തവണയെങ്കിലും നേരിട്ട് കഴിഞ്ഞാൽ ജീവിതത്തിൽ മറ്റ് ധാരാളം പരീക്ഷകളെ നേരിടാനുള്ള ആത്മവിശ്വാസവും പിന്നെ മറ്റ് എല്ലാ തരത്തിലുള്ള ഒരു മനസ്സിനെ പാകപ്പെടുത്തലും ശരീരത്തെ പാകപ്പെടുത്തലും ഒക്കെ SSB ഇൻ്റർവ്യൂവിലൂടെ സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ബൃഹത്തായ സാധ്യത പരീക്ഷണങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. 5 ദിവസം എടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ പ്രൊസീജിയർ എന്ന് പറയുമ്പോൾ. ഈ തരത്തിലുള്ളതാണ് ഡിഫൻസിലേക്ക് ഒരു സൈനിക ഓഫീസർ ആകാനുള്ള നമ്മളുടെ 2 പ്രധാനപ്പെട്ട വഴികൾ. ഇതിന് പുറമെ സൈന്യത്തിൽ ധാരാളം ജോലികൾ വേറെ വരാറുണ്ട്.
നമുക്ക് അറിയാം, ഹവിൽദാർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സൈന്യത്തിൽ നഴ്സ് എന്ന് പറഞ്ഞിട്ട്, ഡിഫൻസിൽ മെഡിക്കൽ സർവീസ് ഉണ്ട്, BSF, ഇങ്ങനെ ഓരോ മേഖലയിലും മറ്റു തരത്തിലുള്ള റിക്രൂട്ട്മെന്റുകൾ അതാത് കാലത്ത് ക്ഷണിക്കുന്നതിനനുസരിച്ചും നമുക്ക് അതിൻ്റെ റിക്രൂട്ട്മെന്റ് റാലികൾ വഴിയുമൊക്കെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. പക്ഷെ നമ്മളെപ്പോഴും എയിം ചെയ്യേണ്ടത് ഏറ്റവും നല്ല, ഏത് മേഖലയിലായാലും ഏറ്റവും നല്ല അവസരങ്ങളിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 മാർഗങ്ങളാണ് പറഞ്ഞത്. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യത്തിൽ ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ള ഒരു കാര്യം കൊമേഴ്സുമായി ബന്ധപ്പെട്ട മേഖലകളിലെ പഠനമാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് പേര് ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾക്കുള്ള താല്പര്യം വളരെ കൂടുതലാണെന്ന് തോന്നുന്നു. അതുതന്നെയാണ് നമ്മൾക്ക് കൊമേഴ്സ് അഡ്മിഷൻസിന് നമ്മൾ ഈ വർഷം ഇപ്പോഴൊക്കെ നേരിടുന്ന പ്രധാനപ്പെട്ട തിരക്കിൻ്റെ ഒരു കാരണവും. ഈ വർഷത്തെ ഒരു അഡ്മിഷൻ ഇപ്പം നടക്കാൻ പോകുന്നു, വൈകിയതാണല്ലോ കോവിഡ് സാഹചര്യത്തിൽ. കേരളത്തിൽ പ്രത്യേകിച്ച് ഈ കേരളത്തിന് പുറത്തു പോയി പഠിക്കാൻ കുട്ടികൾ താല്പര്യം കുറയുന്നു. യാത്രയുടെ പ്രയാസങ്ങൾ, ഇപ്പോഴത്തെ ഒരു ആരോഗ്യാവസ്ഥയെല്ലാം വെച്ചിട്ട് കേരളത്തിൽ കൂടുതൽ അഡ്മിഷൻസ് വരുന്നു എന്ന് കാണുമ്പോൾ ഞാൻ ഈയിടെ വേറൊരാൾ ആവശ്യപ്പെട്ടിട്ട് അത്രയൊന്നും പ്രസിദ്ധമല്ലാത്ത ഒരു കോളേജിൽ, അത്രയൊന്നും ഡിമാൻഡ് സാധാരണ ഉണ്ടാവാത്ത ഒരു കോളേജിൽ കൊമേഴ്സിൻ്റെ ഒരു അഡ്മിഷൻ ചോദിച്ചപ്പോൾ 95% +2-നുള്ള കുട്ടികളെ മാത്രമേ അവർ കൊമേഴ്സിന് പരിഗണിക്കുന്നുള്ളൂ എന്ന് അറിഞ്ഞത്. മറ്റൊരു കോളേജിൽ നിന്ന് അറിഞ്ഞത്, അത് കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു കോളേജാണ്, അവിടുത്തെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് വളരെ അറിയപ്പെടുന്ന ഒരു കോളേജാണ്. അവിടെ 7 ലക്ഷം മുതൽ 10 ലക്ഷത്തിനടുത്ത് വരെ കൊമേഴ്സിന്റെ മാനേജ്മെന്റ് സീറ്റിന് ചോദിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കോഴ്സിന്റെ ഡിമാൻഡ്, ആ കോഴ്സിനോടുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡൊക്കെ അതിൽ പ്രകടമാണ്. അതുവഴി എന്തൊക്കെയോ സാധ്യതകൾ നമുക്ക് തുറക്കുന്നു എന്നുള്ളതാണ് അത്തരം ഡിമാൻഡുകളിലൊക്കെ നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കുന്നത്. തീർച്ചയായും അത് സത്യമാണ്. കൊമേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് +1 +2 ലെവലിൽ കൊമേഴ്സ് പഠിക്കാതെ തന്നെ കൊമേഴ്സിന്റെ ലൈനിലേക്ക് മാറാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൗ ടു ഗെറ്റ് എ ജോബ് ഇൻ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അത് നോക്കാം. നമുക്ക് +1 +2 ലെവലിൽ സയൻസ് എടുത്ത ആളുകൾക്കോ ഹ്യൂമാനിറ്റീസ് എടുത്ത ആളുകൾക്കോ ഒക്കെ കൊമേഴ്സിലേക്ക് മാറാം. ഏത് സ്ട്രീം എടുത്തു എന്നുള്ളത് കൊമേഴ്സിൽ പഠനം ബിരുദ തലം മുതൽ ആരംഭിക്കുമ്പോൾ പ്രശ്നമല്ല. പക്ഷേ ബിരുദ തലത്തിൽ നമ്മൾ കൊമേഴ്സ് എടുക്കാൻ തീരുമാനിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ മറ്റു ചില തീരുമാനങ്ങൾ കൂടി ഉണ്ടാവേണ്ടതുണ്ട്. അതായത് കൊമേഴ്സിൽ തന്നെ നമ്മൾ എങ്ങനെ തുടരണം? ഞാൻ വെറുതെ ഒരു കൊമേഴ്സിന് വേണ്ടി പഠിക്കുകയാണോ? അല്ലെങ്കിൽ കൊമേഴ്സ് കഴിഞ്ഞ് നേരെ ഒരു ബാങ്ക് എക്സാം കോച്ചിങ്ങിന് പോയിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ജോലി നേടാനാണോ ആഗ്രഹിക്കുന്നത്? നല്ല കാര്യമാണ്. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രമിക്കാവുന്നതാണ്. അതിനുള്ള അവസരങ്ങൾ ധാരാളമുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇന്ത്യയിൽ ഗ്രാമീൺ ബാങ്കുകളിൽ മാത്രം 10,000-ലധികം വേക്കൻസിയാണ് ഈയിടെ വന്നത്. SBIയിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നത് 4,000-ഓളം വേക്കൻസിയാണ്. അങ്ങനെ ധാരാളം അവസരങ്ങൾ. IBPSന്റെ നോട്ടിഫിക്കേഷൻ വന്നത് 1,500-ഓളം പ്രൊബേഷണറി ഓഫീസേഴ്സിന് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ വർഷത്തിൽ ഒരു 10-20,000-ഓളം ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരു അവസരം, ഒരു മേഖലയാണ് ബാങ്ക്. അത് വളരെ ഇൻറ്റൻസീവായിട്ട് ബാങ്ക് കോച്ചിങ് കൊടുക്കുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ട്. അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. BCOമിനോടൊപ്പമോ BCOM കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അതിന് ശേഷം MCOM പഠിച്ചിട്ടോ, പിന്നെ അതോടൊപ്പം തന്നെ MCOM വഴി നമ്മൾ UGC നെറ്റ് എടുക്കുകയോ PhD എടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഒരു അധ്യാപന വഴിയിലേക്ക് പോകാം. അത് ഒരവസരമാണ്. എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന്റെ പൈലറ്റ് കോഴ്സിന്റെ അപ്രോക്സിമേറ്റ് ഫീസ് സ്ട്രക്ചറാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. ഹൗ ടു ഗെറ്റ് എ ജോബ് ആസ് എ പൈലറ്റ്. നോക്കട്ടെ, നമുക്ക് ഇതിനകത്ത് ആദ്യമേ ചോദിച്ച കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമെങ്കിൽ മറ്റു കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ പിന്നീട് നമുക്ക് അന്വേഷിച്ച് കൊടുക്കാമെന്ന് നോക്കാം. അതിനുശേഷം സാധാരണ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് MBA. പലതരത്തിലുള്ള MBA ഉണ്ടെന്ന് നമുക്കറിയാം. ഫിനാൻസ് ഉണ്ട്, HR ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്. അങ്ങനെ MBAയുടെ പല സ്ട്രീമുകളും നമുക്കുണ്ട്. അത് MBA എടുക്കുമ്പോഴേ നമ്മൾ സ്ട്രീം തീരുമാനിക്കുന്നില്ല, അതിൻ്റെ സെക്കൻഡ് ഇയറിലാണ് MBA സ്ട്രീമിലേക്ക് നമ്മൾ പോകുന്നത്. മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന MBAയുടെ സാധ്യത എല്ലാ കാലത്തും ഉള്ളതാണ്. കാരണം മാനേജ്മെന്റ് എന്ന് പറയുന്നത് പഴയതിനേക്കാൾ കൂടുതൽ പ്രൊഫഷണലിസത്തിലേക്ക് പോയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും അത്തരത്തിൽ പ്രൊഫഷണലിസത്തിലേക്ക് പോകുന്നതുകൊണ്ട് MBA വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് കൊമേഴ്സ് പഠിച്ചവർക്ക് മാത്രമാണ് MBA എന്ന് ധരിക്കാനും പാടില്ല. ഞാൻ പറഞ്ഞത് കൊമേഴ്സ് പഠിച്ചിട്ട് റിലേറ്റഡ് ആയിട്ട് ചെയ്യാവുന്ന MBAs ഉണ്ട് എന്നാണ് പറഞ്ഞത്. പിന്നെ കൊമേഴ്സിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന, BCOമിനോടൊപ്പം തന്നെയോ അല്ലെങ്കിൽ MCOമിനോടൊപ്പം തന്നെയോ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്, കാര്യമായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകാതെ തന്നെ നമുക്ക് സ്വന്തം പ്രയത്നത്താൽ പഠിക്കാവുന്ന ഒരു കാര്യമാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി ആയാലും കമ്പനി സെക്രട്ടറിഷിപ്പ് ആയാലും കോസ്റ്റ് അക്കൗണ്ടൻസി ആയാലും ഒക്കെ തന്നെ. ഇത് സമാന്തരമായി പഠിച്ചു പോകാൻ സാധിക്കുന്നു
സമാന്തരമായി പഠിച്ചു പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് പിന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ രജിസ്റ്റർ ചെയ്ത് കയറാവുന്നതാണ്. ഞാൻ അതിൻ്റെ എല്ലാം സ്ട്രക്ചർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോയാൽ എനിക്ക് തോന്നുന്നു അത് വളരെയധികം നീണ്ടുപോകുന്നു. ആളുകളുടെ ചോദ്യങ്ങൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ കോഴ്സുകൾക്കെല്ലാം ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് ആണെങ്കിൽ നമുക്ക് 3 സ്റ്റേജ് പഠനമാണുള്ളതെന്ന് നമുക്കറിയാം. പക്ഷേ നേരത്തെ കമ്പനി സെക്രട്ടറിഷിപ്പോ കോസ്റ്റ് അക്കൗണ്ടൻസിയുടെയോ ഫൈനൽ കിട്ടിയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ അവരുടെ അതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് നേരിട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള പല സ്റ്റെപ്പുകളുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇത് ഇന്ത്യയിലെ കോഴ്സുകളാണെങ്കിൽ ACCA എന്ന് പറയുന്ന UK ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന നമ്മളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസിക്ക് സമാനമായ അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസിൻ്റെ കോഴ്സുണ്ട്. CPA എന്ന് പറയുന്ന സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ് കോഴ്സ്, അത് US ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതാണ്. CIMA എന്ന് പറയുന്ന ചാർട്ടേഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ട്സ്, അതും നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടൻസിക്ക് സമാന്തരമായി UK നിന്ന് നടത്തുന്ന ഒരു കോഴ്സാണ്. CMA എന്ന് പറയുന്ന സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ എന്നു പേരുള്ള കോഴ്സ്, അത് കോസ്റ്റ് അക്കൗണ്ടൻസിക്ക് സമാന്തരമായ US കോഴ്സാണ്. ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറയുന്ന CFA കോഴ്സ്, അത് US CFA ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതാണ്. അതിൽ മാത്രം ഇന്ത്യയിൽ എക്സാം സെൻറ്റേഴ്സ് ഉണ്ടാവില്ല. US ഗൾഫിലോ മാത്രമാണ് എക്സാം സെൻറ്റേഴ്സ് ഉള്ളത്. അതുപോലെ തന്നെ കൊമേഴ്സ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ മേഖലകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഒരു പൊതുധാരണയാണ്. അത് പലർക്കും സാധാരണ അത്യാവശ്യം കാര്യങ്ങൾ അറിയുന്നവർക്ക് പോലും കൊമേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുകിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസി, അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിഷിപ്പ്, അല്ലെങ്കിൽ ബാങ്ക്, ഇങ്ങനത്തെ ചില കാര്യങ്ങൾ മാത്രമാണ്. പക്ഷെ നമ്മുടെ കാലത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. നമ്മുടെ ജോലികളിൽ മാറ്റം വന്നിരിക്കുന്നു. നേരത്തെ നമ്മൾ പോസ്റ്റ് കോവിഡ് പീരീഡിനെ കുറിച്ച് നമ്മൾ ആദ്യമേ പറഞ്ഞു. ഒരു കോവിഡിന് ശേഷം, അല്ലെങ്കിൽ കോവിഡ് ഒരു ലിമിറ്റഡ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുമെന്നുള്ളത്. അതുപോലെ തന്നെ ജോലികളിലും മാറും. ഇപ്പൊ തന്നെ വന്നിരിക്കുന്ന ജോലികളിൽ തന്നെ ഇത്തരത്തിലുള്ള സാധ്യതകൾ ഒരുപാടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ജോലി കൊമേഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന, അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്ന ആളുകൾക്ക് എല്ലാം ഉപയോഗപ്പെടുത്താവുന്ന ഒരു മേഖലയാണ്, പുതിയ മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. നമ്മളെല്ലാവരും ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ സ്നാപ്ഡീലിലോ പോയിട്ട് സാധനങ്ങൾ തപ്പിയെടുത്ത് വാങ്ങുന്നത് അത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീം ചെയ്യുന്ന പ്രവർത്തനം കൊണ്ടാണ് നമുക്ക് ഇത്രയധികം കാര്യങ്ങൾ, ഇത്രയധികം സ്കോപ്പ്, ഇത്രയധികം വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ്. അതിന്റെ പല പല ലെവൽസ് ഉണ്ട്. അതൊരു പുതിയ സാധ്യതയാണ്. ഇപ്പം നമുക്ക് ഈവൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പോലും ഇപ്പോഴൊരു കോഴ്സായിട്ട് വളരുന്ന ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കാര്യമല്ല അത്. അതിന് എല്ലാം വളരെ വലിയ പഠന സാധ്യതകളുണ്ട്. ആക്ച്വറിയൽ സയൻസ് എന്ന് പറയുന്നത്, ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്, കൊമേഴ്സ് എന്ന് പറയുന്നത്, ഈ ബിസിനസ് എന്ന് പറയുന്ന, ഇങ്ങനെയൊക്കെയുള്ള പഠന സാധ്യതകൾ കൊമേഴ്സിന് ശേഷമുണ്ട്. തീർച്ചയായും കൊമേഴ്സ് നമുക്ക് വളരെ കാര്യമായി തന്നെ കാണാവുന്ന ഒരു കോഴ്സാണ്. അതുകൊണ്ട് കൊമേഴ്സ് പഠിക്കുന്ന ഏത് കുട്ടിയും നല്ല നിലയിൽ തന്നെ വരാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. വേറൊരു ചോദ്യം വന്നിട്ടുള്ളത്, വേറെ ഒരുപാട് ചോദ്യമുണ്ട്. ഹൗ ടു ബിക്കം എ സൈക്കോളജിസ്റ്റ്. ഈ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും അസ്ട്രോളജിയും അസ്ട്രോണമിയും പറഞ്ഞ് തെറ്റിക്കുന്നത് പോലെ തന്നെ നമ്മൾ പലപ്പോഴും പറഞ്ഞ് തെറ്റിക്കാറുള്ള, പറയുമ്പോൾ തെറ്റിപ്പോകാറുള്ള രണ്ട് വാക്കുകളാണ് സൈക്കോളജിയും സൈക്യാട്രിയും. ആനിമേഷൻ കോഴ്സ്, അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളാണ്. സൈക്കോളജി എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ലെവൽ കോഴ്സാണ് ബേസിക്കലി. അതേസമയം സൈക്യാട്രി എന്ന് പറയുന്നത് നമുക്കറിയാം അത് MBBSന്റെ ഒരു സ്പെഷ്യലൈസേഷനാണ്. അതുകൊണ്ട് തന്നെ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. അപ്പോൾ സൈക്കോളജിയിൽ നമുക്ക് എന്ത് പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതായത് സൈക്കോളജി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനപ്പെട്ട, സംഘർഷഭരിതമായ ഒരു കാലത്ത് കൂടി സഞ്ചരിക്കുന്നു എന്ന് നമ്മളെല്ലാവരും പറയുമ്പോൾ തന്നെ ഈ സംഘർഷഭരിതമായ കാലഘട്ടത്തിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള മാനസികാവസ്ഥയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാറുണ്ട്. മാനസികമായ ചാലഞ്ചസ് നമുക്ക് പലപ്പോഴും മുന്നിലുണ്ടാകാറുണ്ട്. അത്തരം ആളുകൾ പലപ്പോഴും ആരോടെങ്കിലും ഒന്ന് സംസാരിക്കാൻ, ശാസ്ത്രീയമായി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുന്ന ആളുകളെ തേടാറുണ്ട്. അങ്ങനെയുള്ള ഒരു അവസരമാണ് സൈക്കോളജിസ്റ്റുകളെ തേടി വരുന്നത്. അത് ചെറിയ ഒരു ജോലി സാധ്യതയാണെന്ന് വിചാരിക്കേണ്ട, അതൊരു വലിയ ജോലി സാധ്യതയാണ്. കാരണം നമ്മൾ പലപ്പോഴും കാണാറുള്ളത് ഒരു സാധാരണ കൗൺസിലറെയോ, കൗൺസിലിംഗ് നടത്തുന്ന ഒരു ചെറിയ
ഒരു ഒരു വിഭാഗം ഒക്കെ ആയിരിക്കും നമ്മൾ മനസ്സിൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല. സൈക്കോളജിക്ക് പോലും ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ചൈൽഡ് സൈക്കോളജി എന്ന് പറയുന്ന, അഡോളസെന്റ് സൈക്കോളജി എന്ന് പറയുന്ന, കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറയുന്ന, അപ്ലൈഡ് സൈക്കോളജി എന്ന് പറയുന്ന, ഇൻഡസ്ട്രിയൽ സൈക്കോളജി എന്ന് പറയുന്ന ധാരാളം സൈക്കോളജിയുടെ തന്നെ അവാന്തര വിഭാഗങ്ങൾ ഇപ്പോഴുണ്ട്. അപ്പൊ അതുകൊണ്ട് ഫോറൻസിക് സയൻസിനെ കുറിച്ച് ചോദിച്ചു. അതുകൊണ്ട് സൈക്കോളജി പഠിക്കാൻ സാധ്യത കുറവാണെന്ന് വിചാരിക്കേണ്ട. ഏറ്റവും കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതുമായ മേഖല ക്ലിനിക്കൽ സൈക്കോളജി തന്നെയാണ്. സാധാരണ ഹോസ്പിറ്റലുകളിലൊക്കെ ഉള്ളത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളാണ്. സ്പെഷ്യലൈസ്ഡ് സൈക്കോളജിസ്റ്റുകളും ഉണ്ടാവാറുണ്ട് അത്രയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ. ഇത് പഠിക്കാൻ നമുക്ക് സാധ്യതയുള്ള ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. കേരളത്തിലാണെങ്കിൽ കോഴിക്കോട്ടെ ഇംഹാൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് നല്ലൊരു സ്ഥാപനമാണ്. ബാംഗ്ലൂരിലെ നിംഹാൻസ് ഓഫ് കോഴ്സ് വളരെ നല്ല സ്ഥാപനമാണ്. കോഴിക്കോട്ടെ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പലയിടത്തും ഇതുമായി ബന്ധപ്പെട്ട പഠന സാധ്യതകളുണ്ട്. ഡൽഹി എയിംസ് ഉൾപ്പെടെയുള്ള, മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള, ജിപ്മർ ഉൾപ്പെടെയുള്ള, ടിസ് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുംബൈയിലും ചെന്നൈയിലും ഉണ്ട്. ടിസ്. നമ്മുടെ MG യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ സ്കൂൾ ഓഫ് ബിഹേവിയറൽ സയൻസിൽ സൈക്കോളജി പഠന സാധ്യതയുണ്ട്. അതൊക്കെയാണ് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ഉള്ള ചോദ്യങ്ങൾക്കുള്ള ചുരുക്കത്തിലുള്ള വിശദീകരണം. സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം, എങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസർ ആവാം എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊഫസർ ആവാനുള്ള യോഗ്യത നേടുക എന്ന് മാത്രമേ ഉള്ളൂ. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഗ്രാജുവേറ്റ് ആണെങ്കിൽ ഗ്രാജുവേഷൻ കഴിയുന്നു, PG എടുക്കുന്നു, പറ്റും MPhilോ PhDയോ എടുക്കുന്നു, അല്ലെങ്കിൽ നെറ്റ് നേടുന്നു, നമ്മൾ അതുമായി അതിന് ക്വാളിഫൈഡ് ആവുന്നു, എവിടെ അവസരം എന്നുള്ളത് വെച്ചാൽ അപേക്ഷിക്കുന്നു, പ്രൊഫസർ ആവുന്നു. ഇതാണ്. അങ്ങനെ അതൊരു വളരെ എന്താ പറയുക, വളരെ ഒരു ചെരിവിലൂടെ നടന്നു കയറുന്ന ഒരു ഏറെക്കുറെ ബുദ്ധിമുട്ടില്ലാത്തൊരു മാർഗമാണത്. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന മേഖലയുടെ സാധ്യത അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. അപ്പം നമ്മൾ പൊതുവെ ധരിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരു അവസരവുമില്ല, ഒരു സാധ്യതയും ഇല്ല എന്ന് പൊതുവേ ഒരു ധാരണ നമ്മളുടെ ഇടയിലുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രമല്ല, പറഞ്ഞു പോകുമ്പോൾ അനുബന്ധമായി ഞാൻ പറയട്ടെ, അടിസ്ഥാന വിഷയങ്ങളെ കുറിച്ചുള്ള നമ്മുടെ ഒരു വിശ്വാസം തന്നെ വളരെ വികലമാണ് പലപ്പോഴും. കാരണം അടിസ്ഥാന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്നും ജോലി സാധ്യതയോ കരിയർ സാധ്യതയോ ഇല്ലാത്ത കാര്യമാണെന്നും, നമ്മളൊക്കെ ഹിസ്റ്ററി പഠിച്ചാലും എക്കണോമിക്സ് പഠിച്ചാലും സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചാലും സോഷ്യോളജി പഠിച്ചാലും, അല്ലെങ്കിൽ സയൻസിലാണെങ്കിൽ വെറുതെ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഒക്കെ പഠിച്ചാലും നമുക്ക് തീർന്നു, നമ്മുടെ അവസരങ്ങൾ അവസാനിക്കുകയാണ് എന്നുള്ളത് ഒരു ധാരണ നമുക്കുണ്ട്. ഇവിടെ താഴെ വന്നൊരു ചോദ്യം, ഇപ്പൊ തൊട്ടു മുമ്പ് വന്ന ചോദ്യവും കെമിസ്ട്രിയുടെ സാധ്യതകൾ പറയണം എന്നുള്ളതായിരുന്നു. അത് നമുക്ക് നോക്കാം. അപ്പൊ അത്തരത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ വളരെ ചെറുതാണ്. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ്, സിവിൽ സർവീസിന് പോലെ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര സർവീസാണ്. അതിലേക്ക് ഉള്ള UPSC എക്സാം എഴുതി ഒരു സാധാരണ BSc സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത, സ്റ്റാറ്റിസ്റ്റിക്സിൽ ബിരുദം എടുത്ത ഒരാൾക്ക് അതിലേക്ക് കടക്കാനുള്ള അവസരം പോലും ഉണ്ട്. അപ്പൊ അത്രയും സാധ്യതകളുള്ള മേഖലയാണ്. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള വാക്ക് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കും. സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കുക എന്നുള്ളതാണ്. ഏത് കാര്യത്തിലാണ് നമുക്ക് സ്ഥിതിവിവര കണക്ക് വേണ്ടാത്തത്? നമ്മളുടെ വീട്ടിൽ നമ്മൾ ഒരു ചെറിയ ഒരു കാര്യം മുതൽ ഈ ഇന്ത്യയിലെ ജനസംഖ്യ വരെയുള്ള വളരെ വലിയ കാര്യങ്ങൾക്ക് എല്ലാത്തിനും നമുക്ക് സ്ഥിതിവിവര കണക്ക് അത്യാവശ്യമല്ലേ? അടിസ്ഥാന വിവരങ്ങൾ, കണക്കുകൾ സൂക്ഷിക്കൽ, ഭാവിയിൽ ഇതൊരു ചരിത്ര രേഖയാക്കി മാറ്റൽ, ഓരോ ഘട്ടത്തിലും അത് പുതുക്കൽ, ഓരോ അവസരങ്ങളിലും അത് സംബന്ധിച്ചുള്ള തെറ്റുകൾ തിരുത്തൽ. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ജോലിയുടെ അവസരങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് നമുക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ജോലി സാധ്യത ഇല്ലെന്ന് പറഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് കഴിഞ്ഞ ഒരു 10-20 വർഷത്തിനിടയിൽ നമ്മുടെ ഇടയിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, വളരെ പെട്ടെന്ന് ജോലി കിട്ടുന്ന കുറെ കോഴ്സുകളും വളരെ ശ്രമകരമായി ജോലി കിട്ടേണ്ട കുറച്ച് കോഴ്സുകളും ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വഴിപിരിഞ്ഞു പോയി. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് സ്വാഭാവികമാണ് നമ്മൾ എല്ലാവരുടെയും മാനസികാവസ്ഥ എന്നുള്ള നിലയിൽ നമുക്ക് വളരെ പെട്ടെന്ന് ജോലി കിട്ടുന്നതിനോട് തന്നെയാണ് താല്പര്യം എല്ലാവർക്കും. അത് ആർക്കായാലും അതിൽ തെറ്റുള്ള കാര്യമല്ല. പക്ഷെ ഈ വളരെ പെട്ടെന്ന് ജോലി കിട്ടേണ്ട കോഴ്സുകളിലേക്ക് നമ്മൾ പോയപ്പോഴാണ് ഈ അടിസ്ഥാന കോഴ്സുകളെ കുറിച്ച് നമ്മൾ മറക്കുകയും അതിന് ഡിമാൻഡ് കുറഞ്ഞു എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുകയും അതിന് ഡിമാൻഡ് കുറഞ്ഞായിട്ട് നമ്മളിൽ പലരും പ്രചരിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഈ അത്തരത്തിലുള്ള നഷ്ടപ്പെട്ടു പോയ ഒരു കോഴ്സാണ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ്. നേരത്തെ പറഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സ് സർവീസിൽ കയറാമെന്ന് പറഞ്ഞ പോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് SSC വഴി നമുക്ക് ജോലിയിൽ കയറാനുള്ള സാധ്യതയുണ്ട്. ഇതിന് ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. ഞാൻ അതിൽ പ്രധാനപ്പെട്ട ചില ഇൻസ്റ്റിറ്റ്യൂട്ട്സ്
ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത, അവർക്ക് ബാംഗ്ലൂരിലും ചെന്നൈയിലും സെന്റർ ഉണ്ട്. നമ്മുടെ ക്യുസാറ്റിൽ ഇന്റഗ്രേറ്റഡ് MSc കോഴ്സ് ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ. വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ, തൃശ്ശൂർ മണ്ണുത്തിയിലെ വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ MS സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് തന്നെയുണ്ട്. നമുക്കൊന്നും പലർക്കും അറിയില്ല ഇത്തരം കോഴ്സുകളുള്ള കാര്യങ്ങൾ. അതൊക്കെയാണ് ഇപ്പം ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ MSc വഴി, അതായത് ജാം എന്ന് നമ്മൾ ചുരുക്കി പറയുന്ന അതുവഴി നമുക്ക് IITസിലും NITസിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും ബാംഗ്ലൂരിലും ഒക്കെ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ വിപുലമായ സാധ്യത ഞാൻ പറഞ്ഞപ്പോൾ കുറച്ചും കൂടി വിപുലമായി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ കുറച്ച് സ്പെഷ്യലൈസേഷൻസ് ഞാൻ പറയാം. അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്, ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമെട്രിക്സ്, ഇങ്ങനെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് സ്റ്റാറ്റിസ്റ്റിക്സിലുണ്ട്. ഇന്ത്യക്ക് പുറത്തും പഠിക്കാൻ പറ്റുന്ന ഇത്തരം സ്പെഷ്യലൈസേഷനുകളും സ്റ്റാറ്റിസ്റ്റിക്സിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. അടുത്ത ഒരു ചോദ്യം, ഒരു വളരെ വേഗമായിട്ടുള്ള ചോദ്യം വന്നത് ഈ ലിറ്ററേച്ചർ എങ്ങനെ പഠന സാധ്യതയുണ്ടെന്നുള്ളതാണ്. അത് ലിറ്ററേച്ചർ ആണോ ലാംഗ്വേജ് ആണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഞാൻ രണ്ടും കൂടി ചേർത്ത് പറയാമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഭാഷ പഠിക്കുന്നതും സാഹിത്യം പഠിക്കുന്നതും രണ്ടും രണ്ടാണ്. ലിറ്ററേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത് സാഹിത്യമാണ്. ഭാഷ എന്ന് പറയുന്നതാണ് കൂടുതൽ പ്രയോഗത്തിൽ വരുന്ന കാര്യം. സാഹിത്യം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് നമുക്കെങ്കിൽ പോലും നമ്മളുടെ ജോലിപരമായി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കൂടുതൽ അവസരങ്ങൾ തുറക്കപ്പെടുന്നത് ഭാഷയിലാണ്. പ്രത്യേകിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണെന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നു, നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നു, അങ്ങനെ തന്നെ നമ്മൾ ചിന്തിക്കുന്നു. പക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത് ചൈനയിലെ ഒരു ഭാഷാ ഭേദമായ മാൻഡാരിൻ ആണെന്നുള്ളത് നമുക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഭാഷയുടെ സാധ്യത എന്ന് പറയുന്നത് വളരെ വളരെ വലിയ ഒരു മേഖലയാണ്. ഇംഗ്ലീഷ് സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ച് ഇംഗ്ലീഷ് അനിവാര്യമാണ്. മലയാളം നമ്മൾ പഠിക്കുന്നതാണ്. ഹിന്ദി നമുക്ക് ഏറെക്കുറെ അറിയുന്നതാണ്. സംസ്കൃതം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന ഭാഷയാണ്. അപ്പോൾ ഈ 4 ഭാഷകളുമായി ചേർന്ന് കിടക്കുന്നതാണ് ഒരു മലയാളി എന്നുള്ള ഒരു ശരാശരി മലയാളി കുടുംബത്തിൽ ജനിക്കുന്ന ആരുടെയും ജീവിതം. അതുകൊണ്ട് ഈ ഭാഷ നമ്മളെ അടിസ്ഥാനപരമായി കൂടുതൽ പഠിപ്പിക്കേണ്ടതില്ല. പക്ഷെ പിന്നീട് നമ്മൾ എന്തുകൊണ്ടാണ് ഈ കോഴ്സ് ഭാഷാ പഠനത്തിലേക്ക്, സാഹിത്യ പഠനത്തിലേക്ക് താല്പര്യമെടുത്ത് പോകുന്നവരുണ്ടെങ്കിൽ പോകുന്നതിന്റെ കാരണം അത്തരം കോഴ്സുകളിലൂടെ അതിന്റെ സാഹിത്യത്തെ കൂടുതൽ അറിയാനും അതിനെ കൂടുതൽ പ്രയോഗത്തിൽ കൊണ്ടുവരാനും നമ്മളുടെ എഴുത്തിലും അല്ലെങ്കിൽ ചിന്തകളിലും ഒക്കെ അതിനെ എത്രത്തോളം പ്രയോഗവൽക്കരിക്കാൻ സാധിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളാണ് സാഹിത്യ പഠന മേഖലയിലേക്ക് പോകുന്നത്. പക്ഷേ കാലം മാറുകയും ലോകം ഒറ്റ മതിലുകളില്ലാത്ത ഒരു ലോകമായി മാറുകയും ചെയ്തപ്പോൾ മറ്റ് ഭാഷകൾ നമ്മളിലേക്ക് കടന്നു വരികയും നമ്മൾ മറ്റു ഭാഷകളിലേക്ക് കടന്നു പോകേണ്ട ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്തു. അങ്ങനെയാണ് കുറച്ചു കാലം മുമ്പ് നമ്മുടെ സ്കൂളുകളിൽ പോലും ഫ്രഞ്ച് എന്ന് പറയുന്ന ഒരു കോഴ്സ് പഠിക്കാൻ തുടങ്ങിയത്. ഫ്രഞ്ച് കോഴ്സ് പഠിച്ചാൽ പെട്ടെന്ന് മാർക്ക് കിട്ടും, അതുകൊണ്ട് എൻ്റെ മകനെയോ മകളെയോ ഞാൻ ഫ്രഞ്ച് സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിന് മാത്രം ഫ്രഞ്ച് കോഴ്സ് പഠിച്ചുകൊള്ളാൻ നിർബന്ധിക്കുന്ന സ്കൂൾ അധികൃതർ പോലും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഫ്രഞ്ച് എന്ന് പറയുന്നത് അങ്ങനെ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കുന്ന ഒരു കോഴ്സായിട്ടായിരിക്കും ആ പ്രായത്തിലുള്ള കുട്ടികൾ കാണുന്നത്, അല്ലെങ്കിൽ അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാതാപിതാക്കൾ കാണുന്നത്. പക്ഷേ വളർന്നു വരികയും ഉയർന്ന തലത്തിൽ ഫ്രഞ്ച് പഠിക്കാൻ നമ്മൾ ആലോചിക്കുകയും ചെയ്യുന്ന സമയത്ത് ഫ്രഞ്ച് എന്ന് പറയുന്നത് ഒരു വലിയ ലോകമാണ്. അതായത് ഇന്ത്യയിൽ ഇംഗ്ലീഷ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പഠിക്കുന്ന ഭാഷ ഫ്രഞ്ച് ആണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. അതിന് ഇന്ത്യയിലാണെങ്കിൽ പഠനത്തിൽ അവസരങ്ങൾ ഒരുപാടുണ്ട് താനും. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി മുതൽ, കൽക്കട്ടയിലെ സെന്റ് സേവിയേഴ്സ് കോളേജ് മുതൽ, ചെന്നൈയിലെ ലയോള കോളേജ് മുതൽ, ലാംഗ്വേജ് പഠിക്കാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും ആധികാരിക സ്ഥാപനമായ ഹൈദരാബാദിലെ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി മുതൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വാരാണസിയിലായാലും ഇവിടെയെല്ലാം ഫ്രഞ്ച് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ ഡിപ്ലോമയുമായി ബന്ധപ്പെട്ട ധാരാളം കോഴ്സുകളുണ്ട്. ഇതിൻ്റെ ഒന്നും ജോലി സാധ്യത കൃത്യമായി ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എല്ലാം ജോലി സാധ്യത ആഗോള ക്രമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ധാരാളം ജോലികളുടെ ഇടപെട്ട് കിടക്കുന്ന ജോലിയാണ്. അല്ലാതെ ഡയറക്റ്റായിട്ട് ഫ്രഞ്ച് പഠിച്ചാൽ ഇന്ന ജോലിയിലേക്ക് പോകാം എന്ന് പറയുന്നത് ഒരു ശരിയായിരിക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയിൽ ഏറെക്കുറെ എല്ലാ ഭാഷകളും പഠിപ്പിക്കുന്നുണ്ട്. ഈ ഇഫ്ലുവിൽ പഠിപ്പിക്കുന്ന ഏത് ഭാഷ പഠിക്കുന്ന കുട്ടിക്കും ജോലി കിട്ടാതെ പോകുന്നില്ല. അതാണ് ഒരു ചുരുക്കത്തിൽ നമുക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് ലാംഗ്വേജ് സ്റ്റഡിയെ കുറിച്ച് പറയാവുന്നത്. കാരണം ഏത് കുട്ടിക്കും ജോലി കിട്ടാൻ സാധ്യതയുള്ള ഒരവസരം ഭാഷയിലൂടെ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് നമ്മൾ വിചാരിക്കുന്ന അധ്യാപകനോ അധ്യാപികയോ ആവാം, അല്ലെങ്കിൽ പരമാവധി ജേർണലിസം ഫീൽഡിലേക്ക് പോവാം. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു കുട്ടിയെ ആമസോൺ നോട്ടം ഇടുന്നുണ്ടെന്നുള്ളത് നമ്മൾ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അത്തരത്തിലുള്ള ജോലികളൊക്കെയാണ് ഇപ്പോൾ ആളുകളെ തേടി വരുന്നത്.
എല്ലാവർക്കും ഇംഗ്ലീഷ് പഠിച്ച ആളുകളെ ആവശ്യമുണ്ട്. പലതരം ഭാഷ പഠിച്ച ആളുകളെ ആവശ്യമുണ്ട്. ഭാഷ എന്ന് പറയുന്നത് ഈ ലോകം ഉള്ളിടത്തോളം കാലം ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഭാഷ പഠിക്കുന്നതിനുള്ള അവസരങ്ങളോ ഭാഷ പഠിച്ചതിന് ശേഷമുള്ള ജോലി സാധ്യതകളോ കുറയുന്നില്ല. അതുപോലെ തന്നെയാണ് ജർമ്മൻ പഠിക്കാനുള്ള അവസരങ്ങളും. അത് നമ്മൾ ധാരണ ജർമ്മൻ എന്ന് പറയുന്നത് ജർമ്മനിയുടെ മാത്രം ഭാഷയാണെന്ന്. പക്ഷെ അത് ശരിയല്ല. യൂറോപ്പിലെ ഒരുപാട് രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ജർമ്മനാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അവസരം ധാരാളമുണ്ട്. ഇന്ത്യയിൽ നേരത്തെ പറഞ്ഞ സ്ഥാപനങ്ങളിൽ മിക്കതിലും ജർമ്മനും പഠിപ്പിക്കുന്നുണ്ട്. കേരളത്തിൽ കുസാറ്റിൽ ജർമ്മനായാലും ഫ്രഞ്ച് ആയാലും പഠിപ്പിക്കുന്ന അവസരമുണ്ട്. സ്പാനിഷും ജാപ്പനീസും ചൈനീസും ഇറ്റാലിയനും ഒക്കെ ഈ തരത്തിൽ ആളുകൾ പഠിക്കാൻ താല്പര്യമെടുക്കുകയും അവസരമുണ്ടാക്കുകയും ചെയ്യുന്ന ഭാഷകളാണ്. പ്രധാനപ്പെട്ട പറഞ്ഞാൽ ഫ്രഞ്ചും ജർമ്മനും സ്പാനിഷുമാണ് കൂടുതൽ ആളുകൾക്ക് സാധ്യത വരുന്ന അവസരങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ മറ്റ് ഭാഷകൾക്കും അവരുടെ ഇപ്പോൾ ചൈനീസ് എന്ന് പറയുന്ന ഭാഷ അതുകൊണ്ട് തന്നെയാണ് ചൈനീസ് ഭാഷയുടെ ഒരു ഭേദമായ മാൻഡറിൻ ഇത്രയും പേര് സംസാരിക്കുന്നു പറയുന്നത്. അതിൻ്റെ ഒരു ലോകം എത്രത്തോളം ചൈനീസ് ഭാഷയ്ക്ക് അവസരം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ ഒരർത്ഥം. ഭാഷാപരമായ ഒരു ചുരുക്കത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പം അതിനെക്കുറിച്ച് പറയാനുള്ളത്. വെറൈറ്റി ഓഫ് എഞ്ചിനീയറിംഗ് സ്ട്രീംസിനെ കുറിച്ച് ധാരാളം ചോദിച്ചിട്ടുണ്ട്. ഞാനത് ജനറലായിട്ട് പറയാം. കാരണം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഏറെക്കുറെ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് അതിനെ വിശദീകരിച്ച് പറയേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്നു. ചില സ്പെഷ്യലൈസേഷൻസ് മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് അറിയേണ്ടതുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഈ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്നു എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഏത് കോഴ്സ് പഠിക്കുന്നതിലും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഒരു സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗൈഡൻസ് ആണ് നമ്മളെ ആ കോഴ്സിലേക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തെ കാര്യം ആ സ്ഥാപനത്തിന്റെ എക്സ്പെർട്ടൈസ് ആണ് നമ്മളെ ഭാവിയിൽ നല്ല അവസരങ്ങളിലേക്കുള്ള വഴി തുറന്നു തരുന്നതും. അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഏത് കോഴ്സ് പഠിക്കുകയാണ്. പക്ഷേ എഞ്ചിനീയറിംഗ് നമ്മളുടെ കേരളത്തിലുള്ള കുട്ടികളിൽ വലിയൊരു ശതമാനം കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ ധാരാളം എഞ്ചിനീയറിംഗ് കോളേജുകൾ കുട്ടികളെ കിട്ടാതെ അടഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ, അടഞ്ഞു പോകുന്ന അവസ്ഥ ക്രമേണ കേരളത്തിൽ ഇപ്പോഴുള്ള എഞ്ചിനീയറിംഗ് കോളേജുകൾ പകുതിയോളമെങ്കിലും അടഞ്ഞു പോകുന്നുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഇതിനെന്താണ് സംഭവിച്ചത്? കേരളത്തിൽ പഠിക്കാൻ ഇത്രയും ഡിമാൻഡുള്ള ഒരു കോഴ്സിന് എങ്ങനെയാണ് കോളേജിൽ പഠിക്കാൻ ആളെ കിട്ടാതാവുന്നത്? അത് ആ കോളേജുകളുടെ ക്വാളിറ്റി എത്രത്തോളം മോശമായി എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണത്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ അതിന് നമുക്ക് മുൻപേ പഠിച്ച ആളുകളോ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പറയുന്നു, അയ്യോ ദയവ് ചെയ്ത് അങ്ങോട്ട് പോകരുത് എന്ന് പറയുകയും നമ്മളിൽ പിന്നീട് വരുന്ന ആളുകളെല്ലാം മടിക്കുകയും ചെയ്യുന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെയാണ് കോഴ്സ് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കോളേജ് എന്ന് പറയുന്നത്. ഏകദേശം ഒരു 30 ബ്രാഞ്ചുകൾ കേരളത്തിൽ തന്നെ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഉള്ളൊരു അവസരം ഇപ്പോൾ ഉണ്ട്. പുറമേ ഉള്ളതും കൂടി നോക്കുകയാണെങ്കിൽ ധാരാളമുണ്ട്. അപ്പോൾ ഇതിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചൊക്കെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാൻ 50കളിൽ കണ്ടുപിടിച്ചതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്കിലും പ്രയോഗത്തിൽ വരുന്നത് സമീപകാലത്താണ്. ഇത്രയും വ്യാപകമായി പ്രയോഗത്തിൽ വരുന്ന സമീപകാലത്താണ്. എന്നിട്ടും നമുക്ക് ഇപ്പോഴും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഠിക്കാൻ പറ്റിയ നല്ല സ്ഥാപനങ്ങൾ കുറവാണ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അവസരങ്ങൾ ഇനിയും തുറന്നു വരാനുണ്ട്. ഈ നേരത്തെ നമ്മൾ ബ്രാഞ്ച് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബ്രാഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചേക്കാം, അതാണ് നല്ലതെന്ന് പലരും പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാൻ പോവാതിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ നമ്മളുടെ കഴിവെന്താണെന്ന് ആദ്യം ഒന്ന് തിരിച്ചറിയണം. നമ്മുടെ സ്കിൽ എന്താണ്, നമ്മൾക്ക് പറ്റുന്നത് എന്താണ് എന്നുള്ളത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്ന ബ്രാഞ്ച് പലപ്പോഴും പരാജയപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്ന ഒരാൾ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അത്ര ഈസി ആയിട്ട് കിട്ടുന്നതൊന്നുമല്ല. മെക്കാനിക്കലും അത്ര ഈസി. പലരും വിചാരിക്കുന്നത് മെക്കാനിക്കൽ അങ്ങ് തിരഞ്ഞെടുത്തേക്കാം, അതാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ മെക്കാനിക്കലുമായി ബന്ധപ്പെട്ട. പക്ഷെ മെക്കാനിക്കലാണ് ഏറ്റവും ഡിമാൻഡുള്ള ഇപ്പോഴത്തെ ബ്രാഞ്ച്. അപ്പം മെക്കാനിക്കൽ അങ്ങനെ അങ്ങ് തിരഞ്ഞെടുക്കാം എന്ന് വിചാരിക്കുന്ന ആൾക്ക് സ്വാഭാവികമായും അവിടെ ചെന്ന് പഠിച്ചു തുടങ്ങുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ വരും. അപ്പോൾ നമ്മളുടെ പഠനത്തിലുള്ള നമ്മളുടെ താല്പര്യം, നമുക്ക് ഏത് സബ്ജക്റ്റിലാണ് കൂടുതൽ താല്പര്യമുള്ളത്, ഏത് കാര്യത്തിലാണ് നമുക്ക് കൂടുതൽ സ്കില്ലുള്ളത്, ഏത് മേഖലയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്, ഈ ഒരു ചിന്തയാണ് നമ്മൾ ഏകദേശം ഒരു 11-12 ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ പതുക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുകയും ഒറ്റയ്ക്ക് നമ്മൾ തീരുമാനം എടുക്കാതിരിക്കുകയും ഇത്തരം തീരുമാനങ്ങൾ വീട്ടിൽ മാതാപിതാക്കളോട് സംസാരിച്ച്
അവരുടെ അഭിപ്രായങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി അവരിൽ നിന്ന് കുറേ പുതിയ വിവരങ്ങൾ എടുത്ത് അവരിതുപോലെ തന്നെ പുറമേ നിന്നൊക്കെ ധാരാളം പേരുമായി സംസാരിച്ച് വിവരങ്ങൾ എടുത്ത് നമ്മൾ അങ്ങനെ ക്രമേണ ചർച്ച ചെയ്ത് ഉണ്ടാക്കേണ്ടതാണ് നമ്മളുടെ പാഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് അത്രയും കൃത്യമായ തീരുമാനം ഉണ്ടാവണം. ആ കൃത്യമായ തീരുമാനത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കുന്നുവെങ്കിൽ സംശയിക്കേണ്ട, നമുക്ക് നമ്മുടെ വഴിയിലേക്ക് പോകുന്നതിൽ ഒരു തെറ്റും ഉണ്ടാവില്ല. അപ്പൊ എഞ്ചിനീയറിംഗിന്റെ വെറൈറ്റിയെ കുറിച്ച് നേരത്തെ ചോദിച്ചു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ധാരാളം എഞ്ചിനീയറിംഗ് മേഖലകൾ ഇപ്പോഴുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു രസം ഇലക്ട്രോണിക്സ് പഠിക്കുന്നു എന്ന് പറയുന്ന ധാരാളം ആൾക്കാരെ കാണാറുണ്ട്. അവരെന്താണ് പഠിക്കുന്നതെന്ന് ഒന്നുകൂടി എടുത്ത് ചോദിക്കുമ്പോഴാണ് ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ആണ് പഠിക്കുന്നതെന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക്സ് കോഴ്സ് അല്ല, അത് ഇലക്ട്രിക്കൽ കോഴ്സാണ്. ഇലക്ട്രിക്കലിനാണ് അതിൽ പ്രയോറിറ്റി കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നവരോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നതിന് മുമ്പ് പോലും നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല. ഇലക്ട്രോണിക്സ് പഠിക്കുന്നു എന്ന് പൊതുവേ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് പഠിക്കുന്നത് എന്നാണ്. അതിൽ തന്നെ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് പറഞ്ഞ വേറെ മേഖല ഇലക്ട്രോണിക്സിലുണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ പോലും ഉണ്ട്. അത്രയും വെറൈറ്റി ഉള്ളൊരു മേഖലയാണ് ഇലക്ട്രോണിക്സ്. അതുകൊണ്ട് ഇലക്ട്രോണിക്സ് മാത്രം ഒരു ഇലക്ട്രോണിക്സിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇലക്ട്രോണിക്സ് എന്ന് പറയാൻ വേണ്ടിയാണ് വിശദീകരിച്ചത്. ഇപ്പൊ നമ്മൾ ഏറ്റവും പഴക്കം ചെന്ന ഒരു എഞ്ചിനീയറിംഗ് മേഖലയാണ്, ഏറ്റവും ദീർഘകാലമായി ഡിമാൻഡുള്ള എഞ്ചിനീയറിംഗ് മേഖലയാണ് സിവിൽ എന്ന് പറയുന്നത്. അത് കാലത്തിനനുസരിച്ച് ചിലപ്പോൾ ഡിമാൻഡ് കുറയും, ചിലപ്പോൾ വീണ്ടും കയറി വരും, പിന്നീടും അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പം ഒരു പക്ഷേ പോസ്റ്റ് കോവിഡ് പീരീഡിൽ ചെറിയ ഒരു ഡൗൺ വരാൻ സാധ്യതയുള്ള ഒരു മേഖലയായിരിക്കാം സിവിൽ എഞ്ചിനീയറിംഗ് തോന്നുന്നു. ഉറപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ആയിരിക്കാം നമ്മുടെ നിഗമനം. കാരണം ഇപ്പോൾ കൺസ്ട്രക്ഷൻസ് വളരെ കുറയുന്നു, നിലവിലുള്ള കൺസ്ട്രക്ഷൻസ് പലതും തീർക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഒരു പക്ഷേ അങ്ങനെ വരാം. പക്ഷേ നമ്മൾ സങ്കല്പിക്കുന്ന പോലെ അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ബികോമിന്റെ കോഴ്സിന് ഉള്ള തരത്തിലുള്ള ഒരു ഡിമാൻഡ് എന്ന് പറയുന്നത് പലതരത്തിൽ എവോൾവ് ചെയ്ത് വരാവുന്നേ ഉള്ളൂ. അപ്പൊ സിവിൽ പഠിക്കുന്ന ഒരാൾക്ക് സാധാരണഗതിയിൽ ഒരു കെട്ടിടത്തിന്റെ പ്ലാൻ വരയ്ക്കൽ മാത്രമാണ് എന്ന് നമ്മൾ ധരിക്കരുത്. സിവിലുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഇപ്പോൾ ഉണ്ട്. കാരണം നമ്മുടെ ഭൂമിയുടെയും കാലാവസ്ഥയുടെയും പരിസ്ഥിതിയുടെയും ഒക്കെ മാറ്റത്തിനനുസരിച്ച് ഈ സിവിൽ എഞ്ചിനീയറിംഗിലുള്ള പഠന രീതികൾ മാറുന്നുണ്ട്. എർത്ത് ക്വേക്ക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു മേഖല പോലും ഇപ്പോഴുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് ഉണ്ട്, ഓഷ്യൻ എഞ്ചിനീയറിംഗ് ഉണ്ട്, റിമോട്ട് സെൻസിംഗ് ഉണ്ട്, റോക്ക് എഞ്ചിനീയറിംഗ് ഉണ്ട്, സോയിൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ടെക്നോളജി ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഇപ്പോഴത്തെ സിവിൽ എഞ്ചിനീയറിംഗ്. ഞാൻ പറഞ്ഞ ഗ്രാജുവേറ്റ് ലെവലിലല്ല, ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ, സ്പെഷ്യലൈസേഷൻ ലെവലിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഇലക്ട്രിക്കലായാലും അത് തന്നെയാണ്. നമുക്ക് ഒരുപാട് സ്പെഷ്യലൈസ്ഡ് മേഖലകളിലേക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പവർ ഇലക്ട്രോണിക്സ് പോലെ, ഇൻസ്ട്രുമെന്റേഷൻ പ്രോസസ്സിംഗ് പോലെ, മെഷീൻ ഇലക്ട്രോണിക്സ് പോലെയുള്ള എത്രയോ മേഖലയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. മെക്കാനിക്കൽ ആകുമ്പോഴും അത് തന്നെയാണ്. തെർമോഡൈനാമിക്സ് പോലെയുള്ള റോബോട്ട് മാനുഫാക്ചറിങ്, നമുക്കറിയാം. റോബോട്ടിക്സ് ഇതിനകത്ത് ആരോ ചോദിച്ചിട്ടുണ്ട് റോബോട്ടിക്സിനെ കുറിച്ച് പഠിക്കണം എന്ന് പറയുന്നത്. റോബോട്ടിക്സ് പഠിപ്പിക്കുന്ന ധാരാളം സ്ഥാപനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഏകദേശം 50ഓളം എഞ്ചിനീയറിംഗ് കോളേജുകൾ ഉണ്ടെന്നാണ് അറിയുന്നത്. അപ്പം റോബോട്ടിക്സ് നമുക്ക് പഠിക്കാം. പക്ഷെ റോബോട്ടിക്സിന്റെ പോലും നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ അതിലാണ് നമ്മളുടെ മനസ്സ് എന്നുള്ളത് ആദ്യം ആലോചിക്കണം. അല്ലാതെ റോബോട്ടിക്സ് ആണ് ഇപ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു മേഖലയാണ്. ഭാവിയിൽ എല്ലാം റോബോട്ടായിരിക്കും ചെയ്യുന്നത്, നമുക്ക് ഭക്ഷണം തരുന്നത് പോലും റോബോട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഒരു മേഖലയിലേക്ക് കടന്നു പോകണം എന്ന് വിചാരിക്കേണ്ട. നമുക്ക് റോബോട്ടിക്സ് പഠിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടോ, അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിൽ നമ്മൾ ഒരു താല്പര്യം ഉള്ള ഒരാളാണോ എന്ന് നമ്മളെ കുറിച്ച് തന്നെ സ്വയം മനസ്സിലാക്കിയിട്ട് നമ്മൾ പഠിക്കാൻ പോകുക എന്നുള്ളതാണ്. ഡിസൈൻ സ്റ്റഡീസിനെ കുറിച്ച് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിസൈനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിക്കാമെന്നുള്ള. ഡിസൈൻ എന്ന് പറയുന്നതും ഈ നേരത്തെ ബികോമിന് ശേഷം പഠിക്കാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് പറഞ്ഞ പോലെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരുപാട് അവസരങ്ങളുള്ള ഒരു മേഖലയാണ്. നമുക്കറിയാം, ഡിസൈൻ ഇല്ലാതെ ഈ ലോകത്തൊന്നും ഉണ്ടാകുന്നില്ല. മനുഷ്യനെ ഡിസൈൻ ചെയ്യുന്നതിൻ്റെ ദൈവത്തിൻ്റെ എഞ്ചിനീയറിംഗ് മാത്രമേ നമുക്കറിയാത്തുള്ളൂ. പക്ഷേ അതിനുശേഷം മനുഷ്യൻ കാണുന്ന എല്ലാ കാര്യത്തിനെയും മനുഷ്യനാണ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയധികം വിപുലമാണ് ഡിസൈൻ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹെഡ്ഫോൺ മുതൽ, അത് അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിലിരിക്കുന്ന സ്പെക്സ് മുതൽ, നമ്മളുടെ ഉപയോഗിക്കുന്ന വാച്ച് മുതൽ, എന്ത് കാര്യത്തിലാണ് ഡിസൈൻ ആവശ്യമില്ലാത്ത ഒരു കാര്യമില്ല. നമ്മളിരിക്കുന്ന കസേരകൾ അടക്കം, നമ്മൾ ഉപയോഗിക്കുന്ന സോഫ ഉൾപ്പെടെ, നമ്മുടെ വീട്ടിലെ കട്ടിൽ ഉൾപ്പെടെ, നമ്മളുടെ
ഫ്രിഡ്ജ് ഉൾപ്പെടെ എന്ത് കാര്യത്തിനാണ് ഡിസൈൻ ആവശ്യമില്ലാത്തത്? അപ്പോൾ അതുകൊണ്ട് ഡിസൈൻ എന്ന് പറയുന്ന മേഖലയുടെ സാധ്യത അനന്തമാണ്. പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ കാലത്ത് അത് വളരാൻ സാധ്യതയാണ്. കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് റെയിൽവേയിൽ ജോലി നേടാവുന്നു എന്നാണ് ഒരാളുടെ ചോദ്യം. അപ്പം ഡിസൈൻ സ്റ്റഡീസിന് ഇന്ത്യയിൽ ഒരുപാട് സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം തീർച്ചയായും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന് പറയുന്ന അഹമ്മദാബാദിൽ ആസ്ഥാനമായ, പിന്നെ ബാംഗ്ലൂരിലും ഗുജറാത്തിലെ ഗാന്ധിനഗറിലും വിജയവാഡയിലും കുരുക്ഷേത്രയിലും ഒക്കെ ബ്രാഞ്ചുകളുള്ള സെൻറ്റേഴ്സുള്ള NIDയിൽ 4 വർഷത്തെ ബാച്ചലർ ഓഫ് ഡിസൈൻ BDIS എന്ന് പറയുന്ന കോഴ്സും, അല്ലെങ്കിൽ 2 വർഷത്തെ മാസ്റ്റർ ഓഫ് ഡിസൈൻ എന്ന് പറയുന്ന MDIS കോഴ്സും ഉണ്ട്. അതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെട്ടുള്ള ഡിസൈൻ കോഴ്സുകൾ. ഡിസൈൻ കോഴ്സുകൾക്ക് പ്രവേശനം സാധ്യമാക്കുന്ന ഒരു 2 തരം എൻട്രൻസുകളുണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് കോമൺ എൻട്രൻസ് എക്സാം ഫോർ ഡിസൈൻ എന്ന് പറയുന്നത് UCED. അത് ബോംബെ, ഗുവാഹട്ടി IITസിൽ അതിന് പ്രവേശനം കിട്ടാറുണ്ട്. ജബൽപൂരിലെ IIT DM എന്ന് പറയുന്ന സ്ഥലത്ത്, ഇവിടെയെല്ലാം 4 വർഷത്തെ BDIS കോഴ്സ് ഈ എൻട്രൻസിലൂടെ കയറാവുന്നതാണ്. സീഡ് എന്ന് പറയുന്ന കോമൺ എൻട്രൻസ് എക്സാം ഫോർ ഡിസൈൻ എന്ന് പറയുന്ന എക്സാമിലൂടെ നമുക്ക് IITകളിലും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും IIT DMലും ഒക്കെയുള്ള PG ലെവൽ കോഴ്സുകൾക്ക്, മറ്റേത് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സുകളായിരുന്നു, PG ലെവൽ കോഴ്സുകളിലേക്ക് ചേരാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ കൊല്ലത്ത് അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് കേരളത്തിൽ കണ്ണൂരിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അപ്പോൾ നമ്മൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പെട്ടെന്ന് ആലോചിക്കുന്ന ഒരു കാര്യം വസ്ത്രങ്ങളുടെ രൂപഘടനയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വസ്ത്രങ്ങളാണ് നമ്മൾ ഡിസൈനിൽ കൊണ്ടുവരുന്ന ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഫാഷൻ ടെക്നോളജി പഠിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല സ്ഥാപനം NIFT തന്നെയാണ്. അതിൻ്റെ കേരളത്തിലെ സെൻറ്റർ കണ്ണൂരാണ്. ഇന്ത്യയിലാകെ 16 സെൻറ്ററുകളുണ്ട് അതിന്. കൊല്ലത്തുള്ള കേരള സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് 30 മാസത്തെ ഒരു ഡിപ്ലോമ ഡിസൈൻ കോഴ്സുണ്ട്. ഇത് ഡിസൈനുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള കുറേ കോഴ്സ്, മാസ്റ്റർ ഓഫ് ഫാഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന കോഴ്സ് NIFTകളിലുണ്ട്. കൊല്ലത്ത് തന്നെ മറ്റൊരു സ്ഥാപനമുണ്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സാധ്യതകൾ ഡിസൈനിലുണ്ട്. അതുപോലെ തന്നെ അനുബന്ധമായി അതിനെക്കുറിച്ച് അതുമായി ചേർന്ന് പറയാവുന്ന ഒരു മേഖലയാണ് ഗെയിമിംഗ് എന്ന് പറയുന്നത്. കാരണം ഇപ്പം എല്ലാവർക്കും വലിയ താല്പര്യമുള്ള കാര്യമാണ്. പ്രായമുള്ളവർ വരെ ഏറ്റവും കൂടുതൽ ശീലിക്കുന്ന ഒരു കാര്യമാണ്. മൊബൈലിൽ ഒരു ഗെയിമെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത പ്രായമുള്ളവർ പോലും കുറവായിരിക്കാം. അപ്പോൾ അത്രയും ഓരോ ദിവസവും പുതിയ പുതിയ ഗെയിമുകൾ, അല്ലെങ്കിൽ ഇന്നലെ കളിച്ച ഗെയിമിൽ നിന്ന് പുതിയ അപ്ഡേഷൻസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് ഗെയിം ഡിസൈനർ ആയാലും, ഗെയിം ഡെവലപ്പർ ആയാലും, ഗെയിം ടേസ്റ്റർ ആയാലും, ഇങ്ങനെ കുറേ അവസരങ്ങൾ ഈ മേഖലയിൽ വരുന്നുണ്ട്. ഇതെല്ലാം അനിമേഷൻ കോഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അടിസ്ഥാനപരമായി അത്തരത്തിലുള്ള അനിമേഷൻ കോഴ്സുകൾ വഴിയും ഇതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ആർക്കിടെക്ചറിനെ കുറിച്ച് കുറച്ച് പേര് ചോദിച്ചിരുന്നു. അതിൽ ആർക്കിടെക്ചർ എന്ന് പറയുന്ന കോഴ്സിൻ്റെ ഒരു പ്രത്യേകത നേരത്തെ ചാർട്ടേഡ് അക്കൗണ്ടൻസി പറഞ്ഞ പോലെ തന്നെയാണ്. അത് സ്വയം നമ്മൾ പ്രയോഗത്തിൽ വരുത്തേണ്ട ഒരു കാര്യമാണ്. കാരണം ആർക്കിടെക്ചർ കോഴ്സ് പഠിച്ചിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ച ഒരാൾ ഗവൺമെന്റ് ജോലിയല്ല ആഗ്രഹിക്കുന്നത്. അയാൾ സ്വന്തമായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മോർ ഓവർ കമ്പനി സെക്രട്ടറിഷിപ്പും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് സ്വയം പ്രയോഗത്തിൽ വരുത്താൻ പറ്റുന്ന ഒരു മേഖലയാണ് ആർക്കിടെക്ചർ കോഴ്സ്. അത് നമ്മുടെ ഒരു പൊതുധാരണ എന്താണെന്ന് വെച്ചാൽ, വാട്ട് ഇസ് ദ സ്കോപ്പ് ഓഫ് എ ഗെയിമർ, അത് തന്നെയായിരിക്കും ഞാനിപ്പോൾ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത്. ഗെയിമർ എന്ന് പറയുന്നത് ഗെയിം ഡെവലപ്പർ തന്നെയായിരിക്കും എന്ന് ചിന്തിക്കുന്നു. അപ്പം അത്തരത്തിൽ ആർക്കിടെക്ചർ കോഴ്സിന് പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് വേണമെന്ന് ധരിക്കരുത്. പക്ഷേ അതിനൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് NATA എന്ന് നമ്മൾ ചുരുക്കി പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ആ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ കിട്ടുന്ന മാർക്കിൻ്റെ ബേസിൽ കൂടെ +2ൻ്റെ മാർക്കും കൂടി ചേർത്താണ് ആർക്കിടെക്ചറിനുള്ള പ്രവേശനം ഉണ്ടാകുന്നത്. നമുക്ക് ധാരാളം നല്ല സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. തിരുവനന്തപുരത്തെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ CET, അതാണ് ഏറ്റവും നല്ല കോളേജുകളിലൊന്ന്. സ്വകാര്യ കോളേജുകളിലാണെങ്കിൽ കൊല്ലത്തെ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, കുറ്റിപ്പുറത്തെ MES എഞ്ചിനീയറിംഗ് കോളേജ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. തൃശ്ശൂരിലെയും കോട്ടയം പാമ്പാടിയിലെ എഞ്ചിനീയറിംഗ് കോളേജും നല്ല കോഴ്സുകൾ നടത്തുന്നതാണ്. കേരളത്തിന് പുറത്താണെങ്കിൽ ഭോപ്പാലിലും വിജയവാഡയിലും ഡൽഹിയിലുമുള്ള സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ നല്ല സ്ഥാപനമാണ്. സ്കൂൾ ഓഫ് ആർക്കിടെക്ചർ ആൻഡ് പ്ലാനിംഗ് അണ്ണാ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ചെന്നൈയിലുള്ളത് വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. JNTU സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചർ ഹൈദരാബാദ്, സെൻറ്റർ ഫോർ എൻവിറോൺമെൻറ്റൽ പ്ലാനിംഗ് ആൻഡ് ടെക്നോളജി അഹമ്മദാബാദ്.
അതാ ഞാൻ നേരത്തെ നമ്മൾ സിവിലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അതേപോലെ തന്നെ നമ്മുടെ പാരിസ്ഥിതിക മാറ്റങ്ങൾ, ഭൂമിയുടെ ഘടനയ്ക്കുണ്ടാവുന്ന മാറ്റങ്ങൾ, എല്ലാം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രളയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ ആർക്കിടെക്ചറിനെയും സിവിൽ എഞ്ചിനീയറിങ്ങിനെയും വളരെ വലിയ തോതിൽ മാറ്റിമറിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മേഖലയിൽ നല്ല രീതിയിൽ ഗവേഷണ ബുദ്ധിയും ചിന്താശക്തിയും താല്പര്യവുമുള്ള ആളുകൾക്ക് ഇനിയും വലിയ സാധ്യതയാണ്. നമ്മൾ ഇന്നലെ വരെ ചെയ്തതുപോലെ ഒരു ഒരു ഡിസൈനറാണ് ആർക്കിടെക്റ്റ് എന്ന് വിചാരിക്കരുത്. അയാളൊരു ഒരു റിസർച്ചർ കൂടിയായിരിക്കണം. അത് ഇന്നലെ വരെയും അത് ആവശ്യമാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൂടുതലാണ്. കാരണം നമ്മുടെ പരിസ്ഥിതിക്കിണങ്ങുന്ന, നമ്മുടെ ഭൂമിയുടെ രൂപത്തിന് വരുന്ന മാറ്റങ്ങൾക്കിണങ്ങുന്ന, കാലാവസ്ഥയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് വരുന്ന ഈ മാറ്റങ്ങളെല്ലാം നമ്മുടെ ആർക്കിടെക്ചറിലും ഇനി പ്രതിഫലിക്കണം എന്നുള്ളതാണ് അതിൽ പറയാനുള്ള ഒരു കാര്യം. നേരത്തെ കെമിസ്ട്രിയെ കുറിച്ച് ചോദിച്ചിരുന്നു. ഞാൻ ആ കെമിസ്ട്രി എന്ന് പറഞ്ഞ മേഖലയെക്കുറിച്ച് അടിസ്ഥാനപരമായി ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതായത് അതെല്ലാം ബേസിക് കോഴ്സസ് എന്നുള്ള നിലയിൽ നമുക്ക് ഏത് തരത്തിലും അവസരം ഏത് കാലത്തും വരാൻ സാധ്യതയുള്ള പാഷൻ സൈക്ലിംഗ് ബിക്കം പ്രൊഫസർ. ഒരു മിനിറ്റ്. അപ്പോൾ ഇതിനിടയ്ക്ക് ചില ആളുകൾ ചോദിച്ചിരുന്നു പാരാമെഡിക്കൽ കോഴ്സസിനെ കുറിച്ച് പറയണമെന്ന്. ഇടയ്ക്കൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിരുന്നു. പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുന്നത് നഴ്സിംഗ് ഉൾപ്പെടെ ധാരാളം പാരാമെഡിക്കൽ മേഖലകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ കോവിഡ് പീരീഡിലും പോസ്റ്റ് കോവിഡ് പീരീഡിലും ഏറ്റവും കൂടുതൽ സാധ്യത വരാൻ പോകുന്ന ഒരു മേഖല മെഡിക്കൽ ഹെൽത്ത് സെക്ടറാണ് എന്നുള്ളത്. നിയമനങ്ങൾ ഏറ്റവും കുറച്ച് നടക്കുന്നു എന്ന് പറയുന്ന കേരളത്തിൽ PSC വഴി പോലും ഏറ്റവും കൂടുതൽ നിയമനം ഇപ്പോൾ നടക്കുന്നത് ഹെൽത്ത് മേഖലയിലാണ്. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കുന്നു. തീർച്ചയായും റേഡിയോളജിസ്റ്റ്, പിന്നെ എക്സ്റേ ടെക്നീഷ്യൻ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ്, ഇങ്ങനെ ധാരാളം അവസരങ്ങൾ. വേൾഡ് ബാങ്കിലേക്ക് ജോലിക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് അന്വേഷിക്കണം കേട്ടോ. അവിടുത്തെ പോസ്റ്റിനനുസരിച്ചായിരിക്കും. അപ്പോൾ കെമിസ്ട്രി എന്ന് പറഞ്ഞത് അത്തരത്തിൽ പാരാമെഡിക്കൽ മേഖലകളിലേക്ക് പോകാൻ താല്പര്യമുള്ള ആളുകൾക്ക് സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കെമിസ്ട്രിയിൽ ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് അത്തരത്തിലുള്ള പല കോഴ്സുകളും കേരളത്തിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് 2 വർഷത്തെ തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന 2 വർഷത്തെ PG ഡിപ്ലോമ കോഴ്സ്, അത് ന്യൂറോ ടെക്നോളജിയിലും മെഡിക്കൽ റെക്കോർഡ് സയൻസ് എന്ന് പറയുന്ന മേഖലയിലും ഒക്കെ കോഴ്സുകൾ അവിടെ ഉണ്ട്. 60% മാർക്കോടെ ബിരുദമാണ് അതിനുള്ള യോഗ്യത. വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ 2 വർഷത്തെ PG ഡിപ്ലോമ കോഴ്സ് ഉണ്ട്. അതായത് സൈറ്റോ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഹിസ്റ്റോപത്തോളജിക്കൽ ലാബ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ്. തിരുവനന്തപുരത്ത് തന്നെ RCCയിൽ റീജിയണൽ ക്യാൻസർ സെന്ററിൽ 1 വർഷത്തെ അഡ്വാൻസ് ട്രെയിനിങ് ഇൻ ക്ലിനിക്കൽ ലാബ് ടെക്നോളജി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അവസരങ്ങളുണ്ട്. പാരാമെഡിക്കലുമായി നേരിട്ട് ബന്ധമുള്ളതല്ലെങ്കിൽ പോലും നമുക്ക് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട, നമുക്ക് ഡോക്ടർ ആവാൻ ചിലപ്പോൾ പറ്റിയില്ലെങ്കിൽ നമുക്ക് പക്ഷേ ഹോസ്പിറ്റലിനെ ഭരിക്കാൻ പറ്റുന്ന, തമാശ രൂപത്തിലാണ് പറയുന്നതെങ്കിലും പറ്റുന്ന ഒരു ജോലിയാണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. MHA കോഴ്സുകളുണ്ട്, മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന. അത്തരത്തിലുള്ള ജോലികളിലൂടെ, പഠന സാധ്യതകളിലൂടെ തീർച്ചയായും ഹോസ്പിറ്റലുകളുടെ അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് നല്ല നിലയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. പിന്നെ കെമിസ്ട്രിയുടെ മറ്റ് സാധ്യതകൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം കെമിസ്ട്രിയുടെ ഹയർ ലെവലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ കെമിസ്ട്രിയുടെ എത്രയോ സ്പെഷ്യലൈസേഷൻസ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അനലിറ്റിക്കൽ കെമിസ്ട്രി ഉണ്ട്, ബയോ കെമിസ്ട്രി ഉണ്ട്, അപ്ലൈഡ് കെമിസ്ട്രി ഉണ്ട്, ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ, ഇൻഡസ്ട്രിയൽ, ഫാർമസ്യൂട്ടിക്കൽ, പോളിമർ, ടെക്സ്റ്റൈൽ, എൻവയോൺമെന്റൽ തുടങ്ങി പോസ്റ്റ് ഗ്രാജുവേറ്റ് സാധ്യതയുണ്ട്. അത് കഴിഞ്ഞ് PhDക്കും സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ജാമിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ജോയിൻ്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ MSc വഴി നമുക്ക് ഇന്ത്യയിലെ 18 IITകളിൽ പ്രവേശന സാധ്യതയുണ്ട്. MSc കെമിസ്ട്രിക്ക് NITകളിൽ സാധ്യതയുണ്ട്. പിന്നെ പല IITകളിലും കെമിസ്ട്രിയിലെ ഇൻ്റഗ്രേറ്റഡ് MSc PhD പ്രോഗ്രാമുകളുണ്ട് ചില സ്ഥലങ്ങളിൽ. ഭുവനേശ്വർ IITയിലുണ്ട്. ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും അതേപോലെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം ഉണ്ട്. ഹൈഡ്രോ കെമിസ്ട്രി വേറൊരു സാധ്യതയാണ്, ക്യുസാറ്റിലുള്ള ഒരു കോഴ്സാണ്.
ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് എയിംസിലുണ്ട് ഡൽഹിയിൽ. അപ്പോൾ അങ്ങനെ കുറേ ഉണ്ട്. ഒരുപാട് കോഴ്സുകൾ കെമിസ്ട്രി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്ന അവസരങ്ങളുണ്ട്. അത് മുഴുവനായിട്ട് വിശദീകരിക്കാൻ സാധിക്കാത്തതാണ്. കാരണം കെമിസ്ട്രിയെക്കുറിച്ച് ഏറെക്കുറെ ബിരുദതലത്തിൽ കെമിസ്ട്രി പഠിക്കുന്ന ആളുകൾക്ക് തന്നെ അത് ഹയർ ലെവലിൽ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഗൈഡൻസ് അവർക്ക് അപ്പോൾ തന്നെ കിട്ടാവുന്നതാണ്. പിന്നെ കെമിസ്ട്രിയുടെ ഹയർ കോഴ്സുകൾ പഠിക്കാൻ കേരളത്തിന് പുറത്തുള്ള മറ്റ് പ്രധാനപ്പെട്ട ഇപ്പോൾ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അത് ഒരു വലിയ മേഖലയാണ് ഇപ്പോൾ. മരുന്നുകളുടെ ഗവേഷണം തീർച്ചയായും നമുക്കറിയാം, കോവിഡ് വന്ന സമയത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങൾ ധാരാളം, ലോകമെങ്ങും ഗവേഷണം നടക്കുന്നതാണ്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും അല്ലെങ്കിൽ നമ്മുടെ ICMR ആയാലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗവേഷണങ്ങൾ. അപ്പോൾ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിലെ അത്തരത്തിലുള്ളൊരു സ്ഥാപനമാണ്. അവിടെ ഉന്നത പഠനത്തിന് അവസരമുണ്ട്. സെൻട്രൽ സോർട്ട് ആൻഡ് മറൈൻ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുജറാത്തിലെ ഭാവനഗറിലുണ്ട്. ഡെറാഡൂണിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ഉണ്ട്. ഇതെല്ലാം കെമിസ്ട്രിയുടെ പല മേഖലകളാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കെമിക്കൽ ടെക്നോളജി ഹൈദരാബാദിലുണ്ട്. പൂനെയിലെ നാഷണൽ കെമിക്കൽ ലബോറട്ടറി ഉണ്ട്. ഇങ്ങനെ കുറേ കോഴ്സുകളുണ്ട്. മറ്റൊരു ചോദ്യം വന്ന ഒരു കാര്യം മറൈനും ഷിപ്പിങ്ങുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മറൈൻ ആയാലും ഷിപ്പിംഗ് ആയാലും ഏറെക്കുറെ ബന്ധപ്പെട്ട മേഖലയാണ്. പക്ഷെ നമ്മൾ ഈ രണ്ട് മേഖലകളിലും ജോലി സാധ്യതയും നല്ല ശമ്പള സാധ്യതയും ഒക്കെ ഉണ്ട്. വലിയ ശമ്പളം കിട്ടാൻ സാധ്യതയുള്ളതാണ് സ്വകാര്യ ഷിപ്പിംഗ് മേഖല എന്ന് പറയുന്നത്. ആ മേഖലയിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അത്തരം കോഴ്സുകൾ അംഗീകൃതമാണോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഏത് കോഴ്സിന് പോകുമ്പോഴും അത്യാവശ്യമാണ്. പക്ഷേ ഈ മേഖലയിൽ പലപ്പോഴും പരാതി കൂടുതൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിങ്ങിൻ്റെ സൈറ്റ് നോക്കുകയും അതിന് അവരുടെ അംഗീകൃതമായ കോഴ്സുകൾ ഉള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് അതിനകത്തുണ്ടാവും. അതിൽ അവർ അംഗീകരിച്ച കോഴ്സുകളും കൂടി തീരുമാനിച്ചിട്ട് വേണം നിങ്ങൾ എടുക്കാൻ. കാരണം എല്ലാ സ്ഥാപനത്തിലും എല്ലാ കോഴ്സിനും ചിലപ്പോൾ റെക്കഗ്നീഷൻ ഉണ്ടായെന്ന് വരില്ല. ആ തരത്തിൽ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകൾക്ക് അതിന് അംഗീകാരമുണ്ടോ എന്നുകൂടി നോക്കിയിട്ട് വേണം നമ്മളത് പഠിക്കാൻ. അത്തരത്തിലുള്ള മറൈൻ സ്റ്റഡീസിന് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഫിഷറീസ് യൂണിവേഴ്സിറ്റി ഉണ്ട്, കൊച്ചിയിലാണ്. കുഫോസ് എന്ന് പറയുന്നത്, കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ്. സ്കൂൾ ഓഫ് മറൈൻ സയൻസസ് എന്ന് പറഞ്ഞ കുസാറ്റിലെ ഡിപ്പാർട്ട്മെന്റ് വളരെ കാര്യമായി ആളുകൾ റെക്കമെൻഡ് ചെയ്യുന്നൊരു സ്ഥാപനമാണ്. CMFRI കൊച്ചിയിലും തൂത്തുക്കുടിയിലുമുള്ള സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആൻഡ് എക്കോളജി, അതും കൊച്ചിയിലുള്ളതാണ്. സെന്റർ ഫോർ ഓഷ്യൻ ആൻഡ് കോസ്റ്റൽ സ്റ്റഡീസ് മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള സ്ഥാപനമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രാഫി ഗോവ, അതും വലിയ അവസരങ്ങൾ നൽകുന്ന ചില സ്ഥാപനങ്ങളാണ് പറഞ്ഞത്, എല്ലാം പറയുന്നില്ല. ബയോടെക്നോളജിയെക്കുറിച്ച് ഇടയ്ക്ക് ഇവിടെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അതിൽ ബയോടെക്നോളജി BTech നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണെന്ന് അറിയാമല്ലോ. അത് തീർച്ചയായും അത്തരത്തിൽ പഠിക്കാൻ പറ്റുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട്. അത് പഠിച്ച് കഴിയുമ്പോഴുള്ളൊരു കാരണം, ബയോടെക്നോളജി എന്ന് പറയുന്നത് നമ്മൾ ഡിഗ്രി ലെവൽ എന്ന് പറഞ്ഞാൽ BTech ലെവലിൽ തന്നെ നമ്മളൊരു സ്പെഷ്യലൈസേഷനിലേക്ക് പോകുമ്പോൾ പിന്നീട് നമ്മൾ തിരിഞ്ഞു നോക്കാൻ പറ്റാത്തതായതുകൊണ്ട് തന്നെ അതിലുള്ള ഉന്നത പഠനത്തെക്കുറിച്ച് കൂടി ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് നല്ലതാണ് ബയോടെക്നോളജി പോലുള്ള കോഴ്സുകൾക്ക് ആദ്യമേ പോകുമ്പോൾ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമ്മൾ ബയോടെക്നോളജി BTech കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും അതുമായി ഒരു ബന്ധമില്ലാത്ത ജോലിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ആശയക്കുഴപ്പം നമ്മുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ അത് നോക്കുക. തീർച്ചയായും നമ്മുടെ കോഴിക്കോട് NITയിലുള്ള ബയോടെക്നോളജി BTech വളരെ നല്ല കോഴ്സാണ്. ബയോടെക്നോളജി ആൻഡ് ബയോ കെമിക്കൽ BTech ഉണ്ട് കേരളത്തിൽ പല എഞ്ചിനീയറിംഗ് കോളേജുകളിലും. അത് കേരള എൻട്രൻസ് വഴി കയറാവുന്നതാണ്. ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ്. ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇതിനൊരു റിലേറ്റഡ് മേഖലയാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. അതൊരു ഡിഗ്രി കഴിയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മാസ്റ്റേഴ്സും കൂടി അല്ലെങ്കിൽ PhDയും കൂടി എടുത്ത് ഗവേഷണത്തിന് പോകുന്നവർക്കായിരിക്കും ബയോടെക്നോളജിയിൽ കൂടുതൽ അവസരങ്ങൾ ബയോ ഇൻഫോർമാറ്റിക്സിൽ കൂടുതൽ അവസരങ്ങൾ ഉണ്ടാവുക എന്ന് തോന്നുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളാണ്. ഇപ്പോൾ റോബോട്ടിക്സുമായി ബന്ധപ്പെട്ടിട്ടും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ അതിനിടയ്ക്ക് പറഞ്ഞു പോയതുകൊണ്ട് വീണ്ടും വിശദീകരിക്കുന്നില്ല.
ബയോഡിഗ്രേഡബിൾ പോളിമേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡി എങ്ങനെയാണെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. തീർച്ചയായും നേരത്തെ പറഞ്ഞു, പോളിമർ കെമിസ്ട്രിയെ കുറിച്ചുള്ള അവസരങ്ങൾ പറഞ്ഞു. വേറെ ഒരു ചോദ്യം വന്നിട്ടുള്ളത്, ഇപ്പോൾ ജനറലി പലപ്പോഴും ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിക്കാത്ത ആളുകൾക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് പഠിച്ച ആളുകൾക്ക് എഞ്ചിനീയറിംഗ് ഒന്നും അല്ലാതെ, MBBS ഒന്നും അല്ലാതെ എന്തൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളത്. അതിൻ്റെ ഒരു ജനറലായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഞാൻ പറയാം. ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. അത് കൂടുതലും കേരളത്തിന് പുറത്തുമൊക്കെയാണ് കൂടുതലുള്ളത്. ഇപ്പോൾ കേരളത്തിലുള്ള ഏറ്റവും നല്ല പ്രോഗ്രാമുകളിലൊന്നെന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ നമ്മുടെ ഐസർ എന്ന് പറയുന്ന സ്ഥാപനം, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഐസറിൽ പിന്നെ അവിടെ 5 വർഷത്തെ BS MS എന്ന് പറയുന്ന ഒരു ഡബിൾ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഉണ്ട്. അതിൽ അവർക്ക് ഐസറിൻ്റെ തന്നെ എല്ലാ സെൻറ്റേഴ്സിലും അതുണ്ട്. തിരുവനന്തപുരത്തുണ്ട്, മൊഹാലി, കൽക്കട്ട, പൂനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭോപ്പാൽ, തിരുപ്പതി, ബർഹാംപൂർ, ഇത്രയും ഐസേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ 7 ഐസറുകളാണുള്ളത്. അതൊരു അങ്ങനെ പഠിക്കാവുന്ന ഒരു കോഴ്സാണ്. അത് നേരെ നമുക്ക് +2 കഴിയുമ്പോൾ പഠിക്കാവുന്ന ഒരു കോഴ്സാണ്. അതിന് എൻട്രൻസ് ഉണ്ടാവും, സ്ഥാപനത്തിൻ്റെ എൻട്രൻസ് ഉണ്ടാവും. പിന്നെ അതുപോലെ ബാംഗ്ലൂരിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ 4 വർഷത്തെ BS റിസർച്ച് എന്ന് പറഞ്ഞൊരു കോഴ്സുണ്ട്. അത് അത്തരത്തിൽ പഠിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഇപ്പോൾ നമ്മുടെ കൊച്ചി സർവകലാശാല ക്യുസാറ്റിൽ ധാരാളം ഇൻ്റഗ്രേറ്റഡ് MSc പ്രോഗ്രാംസ് ഉണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ആരോ ഫോട്ടോണിക്സിനെ കുറിച്ച് മറ്റോ ചോദിച്ചു എന്ന് തോന്നുന്നു. അവിടെ ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ഫിസിക്സ് ആൻഡ് ഫോട്ടോണിക്സ് എന്ന് പറഞ്ഞിട്ട് കോഴ്സ് ഉണ്ട് ക്യുസാറ്റിൽ. അപ്പം അത് നല്ല സാധ്യത, നല്ല ഫോട്ടോണിക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്സിൻ്റെ വേറെ ഒരു മേഖലയായിട്ട് വളർന്നു വരുന്ന ഒരു വിഭാഗമാണ്. ഭാവിയിൽ അതിന് വലിയ സാധ്യത ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നതാണ്. അതുപോലെ പിന്നെ ഭുവനേശ്വറിലെ നൈസർ എന്ന് പറയുന്ന സ്ഥാപനം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതും ദേശീയ തലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ്. അവിടെ ഒരു 5 വർഷ 5 ഇയർ MSc ഉണ്ട്. അത് നാഷണൽ എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്ന നെസ്റ്റ് വഴിയാണ് അവിടേക്കുള്ള അഡ്മിഷൻ വരുന്നത്. നേരത്തെ ജാം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഉള്ള മറ്റൊരു എൻട്രൻസ് ടെസ്റ്റാണ് അത്. അതും PG ലെവൽ കോഴ്സുകൾക്കുള്ളതാണ്. ജസ്റ്റ് എന്ന് പറയുന്നത് ജോയിൻ്റ് എൻട്രൻസ് സ്ക്രീനിങ് ടെസ്റ്റ്. അത് PhDക്കും ഇൻ്റഗ്രേറ്റഡ് MSc PhDക്കും MTech PhD പ്രോഗ്രാമുകളിലും ഉള്ള പ്രവേശനത്തിനാണ്. ഇന്ത്യ മുഴുവനുള്ള ഒരു 33 സ്ഥാപനങ്ങളാണ് ഈ ടെസ്റ്റിലെ സ്കോർ നോക്കിയിട്ട് അഡ്മിഷൻ നടത്തുന്നത്. അസ്ട്രോഫിസിക്സ്, അസ്ട്രോണമി, ജിയോ ഫിസിക്സ്, ബയോഫിസിക്സ്, ക്വാണ്ടം ഫിസിക്സ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ്, അങ്ങനെ തിയററ്റിക്കൽ ഫിസിക്സ്, പ്ലാസ്മ ഫിസിക്സ്, ഇലക്ട്രോണിക്സ്, മെറ്റീരിയോളജി, അക്കൗസ്റ്റിക്സ്, ഓപ്റ്റിക്സ് തുടങ്ങി ഇങ്ങനെ പല വിഷയങ്ങളിലും ഈ എൻട്രൻസ് വഴി നമുക്ക് ഉന്നത പഠനത്തിന് സാധ്യതയുണ്ട്. നേരത്തെ മറൈൻ പറഞ്ഞ കൂട്ടത്തിൽ വിട്ടുപോയൊരു കാര്യമാണ് മറൈൻ ജിയോ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് ക്യുസാറ്റിൽ MSc ഫിസിക്സ് മറൈൻ ജിയോ ഫിസിക്സ് എന്നാണ് കോഴ്സിൻ്റെ പേര്. അതൊരു അവസരമാണ്. പിന്നെ അത്രയൊക്കെയാണ് ആ തരത്തിൽ നമുക്ക് ദേശീയ തലത്തിലുള്ള എൻട്രൻസ് എഴുതി ചേരാൻ പറ്റുന്ന വിവരങ്ങളുടെ ചുരുക്കം. മറ്റ് പല കോഴ്സുകളും നമ്മൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന ചില കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് അധികം പേര് കാണാറില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു പുതിയ തലമുറയിലുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒന്ന് യൂട്യൂബിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ മേഖലയും അത്തരത്തിലുള്ള ബ്ലോഗേഴ്സിനെയും, പിന്നെ അല്ലെങ്കിൽ വീട്ടമ്മമാരാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത് ഫുഡ് വീഡിയോസൊക്കെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള സംഗതികളിലേക്ക് നമുക്ക് വഴിയൊരുക്കാനും അതൊരു പാഷൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അതൊരു ജോലി സാധ്യതയും അതൊരു വരുമാനവും കൂടിയാക്കി മാറ്റാവുന്ന ഒരു കോഴ്സാണ് ഫുഡ് ടെക്നോളജി. അതിന് BTech കോഴ്സുകളുണ്ട്, അല്ലാത്ത കോഴ്സുകളുണ്ട്. MSc ഫുഡ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സുണ്ട്. കേരളത്തിൽ BTech പല കോളേജുകളിലും ഉണ്ട്. MSc ഫുഡ് ടെക്നോളജി ഉള്ള ഒരു കോഴ്സ് ഉള്ളത് മൈസൂരിലെ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. BTech MTech PhD പ്രോഗ്രാമുകളെല്ലാം ഈ മേഖലയിലുണ്ട്. നല്ല സാധ്യതയാണ്. കാരണം വെച്ചാൽ ഫുഡ് എന്ന് പറയുന്നത് ഇപ്പോൾ സാധാരണ കഴിക്കുന്ന ഫുഡിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. ഇപ്പോഴെല്ലാം നമുക്കറിയാം പാക്കേജ്ഡ് ഫുഡ് വ്യാപകമായതോടെ
അത് വലിയ ഒരു മേഖലയായി തുറക്കപ്പെട്ടു. ഈ കോവിഡ് കാലത്തും കാര്യമായി വലിയ നഷ്ടം വരാത്തൊരു മേഖലയാണ് ഫുഡ്. ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് ഒരാൾ ചോദിക്കുന്നുണ്ട്. ഇതുമായി റിലേറ്റഡ് ആയതുകൊണ്ടായിരിക്കാം. മറ്റൊരു സാധ്യത എന്ന് നമുക്ക് അധികം പറയാൻ പറ്റില്ലെങ്കിലും അടുത്ത കാലത്ത് കൂടുതൽ ഒരു ഡിമാൻഡ് വന്നു തുടങ്ങിയിട്ടുള്ള ഒരു കോഴ്സാണ് ഫോറൻസിക് സയൻസ് ആൻഡ് ക്രിമിനോളജി. എന്തുകൊണ്ടാണ് പുതിയ ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഫോറൻസിക് സയൻസിന് ആയാലും ക്രിമിനോളജിക്ക് ആയാലും ജോലി സാധ്യത എന്ന് പറയുന്നത് നേരിട്ട് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധ്യതയല്ല. തീർച്ചയായും പുതിയ കാലത്തെ അന്വേഷണങ്ങൾക്കും അത്തരത്തിലുള്ള കുറ്റാന്വേഷണ മേഖലയിലും ഒക്കെ ഇത്തരം ആളുകളുടെ ആവശ്യമുണ്ട്. പക്ഷെ ഇതൊരു സർക്കാർ ജോലിയായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുന്നതാണോ, അല്ലെങ്കിൽ നേരിട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനം പെട്ടെന്ന് നമ്മളെ അങ്ങ് നിയമിക്കും, നമുക്ക് അങ്ങനെ ഒരു അവസരം വരും എന്ന് പെട്ടെന്ന് പറയാവുന്നതല്ല. പക്ഷെ ഇത് രണ്ടും പഠിക്കാൻ ഇപ്പോൾ നല്ല അവസരമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് ഗുജറാത്ത് ഗാന്ധിനഗറിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറൻസിക് സയൻസ്. സാഗർ എന്ന് പറയുന്ന സ്ഥലത്തെ ഡോക്ടർ ഹരിസിംഗ് ഗൗർ സർവകലാശാല, അവിടെയാണ് ഫോറൻസിക് MSc പ്രവേശനം അവിടെ ഉണ്ട്. പിന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഇതിൻ്റെ ഒരു കോഴ്സുണ്ട്. തൃശ്ശൂരിലെ കേരള പോലീസ് അക്കാഡമിയിൽ MSc ഫോറൻസിക് സയൻസ് ഉണ്ട്. ബോട്ടണിയും കെമിസ്ട്രിയുമാണ് അവർ പ്രിഫർ ചെയ്യുന്ന സബ്ജക്ട്സ് അഡ്മിഷന്. കോട്ടയത്ത് MG യൂണിവേഴ്സിറ്റിക്ക് അഫിലിയേഷനുള്ള സ്കൂൾ ഓഫ് ടെക്നോളജി ആൻഡ് അപ്ലൈഡ് സയൻസ്, അതിൽ BSc സൈബർ ഫോറൻസിക്സ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് അവിടെ. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ BVOC ഫോറൻസിക് സയൻസ് ഉണ്ട്. ശ്രീജിത്തേട്ടാ, ഞാൻ ഒന്ന് ഇടപെട്ടോട്ടെ? പറഞ്ഞോളൂ. നമുക്കൊരു 2 മിനിറ്റ് വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം. ഇല്ല, ഞാൻ എൻ്റെ ടൈമിൽ കൃത്യമായി അവസാനിപ്പിക്കാനിരിക്കുകയായിരുന്നു. ഓക്കെ, ശരി, എന്നായിക്കോട്ടെ. എന്നാ കണ്ടിന്യൂ ചെയ്യാൻ ചേട്ടാ, കുഴപ്പമില്ല. കേരളത്തിന് പുറത്തുള്ള നേരത്തെ പറഞ്ഞ സ്ഥാപനങ്ങൾക്ക് പുറമെ ബോംബെയിലെ ടിസിൽ, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ ഫോറൻസിക്കിൻ്റെ നല്ല കോഴ്സ് ഉണ്ട്. വേറെ ഇതുപോലെ അധികം നമ്മൾ ശ്രദ്ധിക്കാതെ കിടക്കുന്ന മറ്റൊരു മേഖല, ഒരു കോഴ്സ് മെഡിക്കൽ സ്ക്രൈബിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത്, അതൊരു സാധ്യതയാണ്. നമുക്കിപ്പോൾ സയൻസ് പഠിച്ച ആളുകൾക്ക് പോകാവുന്ന ഒരു സംഗതി. പക്ഷെ അതൊരു വലിയ ജോലി സാധ്യതയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പലതരത്തിലുള്ള ആളുകൾക്ക് പലതും ചിന്തിക്കാൻ വേണ്ടി പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ നമ്മുടെ ഈ ഹെൽത്ത് റെക്കോർഡ്സ് അല്ല, ഇപ്പോൾ ഇന്നലെ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു ഒരു നാഷണൽ ലെവൽ ഹെൽത്ത് ID കാർഡ് വരികയാണ്. അപ്പം ഒരു ഹെൽത്ത് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയായിട്ട് വളർന്നു കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇനിയിപ്പോൾ തീർച്ചയായിട്ടും ഇതിന് കുറച്ചും കൂടി ഗൗരവം വരികയാണ്. അത്തരം കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താവുന്ന ജോലിയാണ് ഈ മെഡിക്കൽ കോഡിംഗ് ആൻഡ് അല്ലെങ്കിൽ മെഡിക്കൽ സ്ക്രൈബിംഗ് എന്ന് പറയുന്നത്. ഈ രോഗനിർണയവും ചികിത്സയും ഇപ്പം നമ്മൾ തന്നെ ഈയിടെ കേട്ട ചില വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോവിഡ് വന്നപ്പോൾ ഉണ്ടായ ആളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയത് പുറത്തുപോയി ചോർന്നു. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫോറൻസിക് കോഴ്സിന്റെ അഡ്മിഷൻ എങ്ങനെയാണെന്ന് ഇപ്പോൾ ഒരാൾ ചോദിച്ചു. അത് അവരുടെ സൈറ്റ് വഴി ഒന്ന് ചെക്ക് ചെയ്യുക, എപ്പോഴാണ് അവർ വരുന്നതെന്നുള്ളത്. തീർച്ചയായിട്ടും അപ്പോഴേ അറിയാൻ പറ്റും. അത് മെഡിക്കൽ കോഡിംഗ് എന്ന് പറയുന്നത് അങ്ങനെ ഇപ്പോൾ പുതിയ കാലത്ത് കൂടുതൽ പ്രസക്തമാവുന്നുണ്ട്. ബാച്ചിലർ ബിരുദധാരികൾക്ക് 3 മാസത്തെ മുതൽ 9 മാസം വരെയൊക്കെയുള്ള അത്തരത്തിലുള്ള ചെറിയ കോഴ്സുകൾ ധാരാളമുണ്ട്. പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള രീതികൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. അവിടെയൊക്കെ ജോലി കിട്ടാനും അവസരങ്ങൾ തുറക്കപ്പെടാം. ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ് 4 വർഷത്തെ ഒരു BSc പ്രോഗ്രാം ഉണ്ട്. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ച +2കാർക്ക് ചേരാവുന്ന ഒരു കോഴ്സാണത്. ഇപ്പം നേരത്തെ പറഞ്ഞ മെഡിക്കൽ കോഡിങ്ങുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. MSc അലൈഡ് ഹെൽത്ത് സയൻസസ്, അങ്ങനെയുണ്ട് ഒരു പ്രോഗ്രാം. മറ്റൊരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ സൈബർ സെക്യൂരിറ്റി, അതൊരു ചെറിയ മേഖലയല്ല, അതൊരു വലിയ മേഖലയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് നമ്മളുടെ എല്ലാ വിവരങ്ങളും നമ്മളുടെ ഡാറ്റാസ് എല്ലാം വളരെ പ്രധാനപ്പെട്ട ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതെല്ലാം നമ്മളിപ്പോൾ നമ്മളുടെ ബാങ്കിലുള്ള നമ്മുടെ അക്കൗണ്ട് വിവരങ്ങൾ മുതൽ നമ്മളുടെ ഈ മെയിലിലുള്ള നമുക്ക് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളും നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളും ഉൾപ്പെടെ എല്ലാം സൈബർ സെക്യൂരിറ്റിയുടെ മേഖലയിൽ വരുന്ന ഒരു
വലിയ വിപുലമായ ഏരിയയാണ്. അത്തരത്തിൽ അതിൽ നല്ല പഠന സാധ്യത ഇപ്പോഴുണ്ട്. ഡൽഹി IIT-യിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറയുന്ന സ്പെഷ്യലൈസേഷൻ ഉള്ള MTech ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് പ്രോഗ്രാമിൻ്റെ പേര്. അലഹബാദ് IIT-യിൽ MTech സൈബർ ലോ ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഉണ്ട്. അത് കമ്പ്യൂട്ടർ സയൻസിലോ IT-യിലോ ഇലക്ട്രിക്കലിലോ BTech ഉള്ളവർക്ക് ഈ കോഴ്സിൽ ചേരാവുന്നതാണ്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഇത്തരം കോഴ്സുകൾ നടക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസിന്റെ നേരത്തെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിന്റെ സാധ്യത എന്താണെന്ന്. അത് സ്പെസിഫിക് ആയിട്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ മേഖലയിലുള്ളത് കൊണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ സാധ്യത എന്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ല എന്നുള്ളതുകൊണ്ടാണ് എടുത്തു പറയാതിരുന്നത്. കമ്പ്യൂട്ടർ ഇല്ലാതെ എന്ത് ലോകമാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. നമ്മൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏത് ലോകത്തും ഏത് വീട്ടിലും പോലും നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ ഓൾറെഡി തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോവിഡിന് ശേഷം അത് കൂടുതൽ ശക്തമാവുകയും ചെയ്തു. അപ്പം അങ്ങനെ വരുമ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയാലും കമ്പ്യൂട്ടർ സയൻസ് ആയാലും വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ കാലത്തെ കമ്പ്യൂട്ടർ സയൻസിന്റെ സിലബസുകളിലെല്ലാം ഈ സൈബർ സെക്യൂരിറ്റി ഉൾപ്പെടുത്തുന്നതുമുണ്ട്. അതുകൊണ്ട് സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ്. തീർച്ചയായും സ്പെഷ്യലൈസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് പോകാം. ഒരു കുറ്റാന്വേഷണ ത്വരയും കൂടി അതിനകത്തുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് മാത്രം. കോഴിക്കോട് NIT-യിൽ ഒരു ചെറിയ കോഴ്സുണ്ട്. ഒരു 12 ആഴ്ചത്തെ അഡ്വാൻസ് ഡിപ്ലോമ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിട്ട് പിന്നെ ഈ സാധാരണ എഞ്ചിനീയറിങ്ങോ അത്തരത്തിലുള്ള എല്ലാവരും പോകുന്നത് പോലെ അല്ലാത്ത കോഴ്സുകൾ ചോദിച്ചപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ കുറച്ചൊക്കെ പറഞ്ഞത്. പല മേഖലകളുണ്ട്. ഇനിയും നമ്മൾക്ക് ഈ സമയത്തിന്റെ പരിമിതിയിൽ പറയാൻ പറ്റുന്ന അല്ലാത്തതുകൊണ്ട് എല്ലാം പറയാൻ പറ്റില്ല. ചിലപ്പോൾ എനിക്ക് അറിയാത്തതും ഉണ്ടാവുമല്ലോ. പിന്നെ മറ്റൊരു കാര്യം, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യം, എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യം, നമ്മളുടെ ഈ ചോദ്യങ്ങൾ, എനിക്ക് കിട്ടിയ ചോദ്യങ്ങളിൽ, അവിടെ കിട്ടിയിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് കിട്ടിയ ചോദ്യങ്ങളിലൊന്നും ആരും ഈ ഹ്യൂമാനിറ്റീസ് ഒന്നുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചോദിച്ചില്ല എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങിയിടത്തേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ, നമ്മുടെ സിവിൽ സർവീസിന് പഠിക്കാൻ ഏറ്റവും യോഗ്യമായ ഒരു ബേസ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആണ് എന്ന് പൊതുവെ ആളുകൾ ധരിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി തെറ്റല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളുടെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ പഠന മേഖല വരുന്നത് ചരിത്രവും ഭൂമിശാസ്ത്രവും, അല്ലെങ്കിൽ ഭൂമിശാസ്ത്രത്തിന് കുറവാണെങ്കിൽ പൗരതന്ത്രവും രാഷ്ട്രമീമാംസയും ഒക്കെയാണല്ലോ. അതായത് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സിവിക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ സിവിൽ സർവീസിന്റെ പഠനത്തിലും അതിൻ്റെ ചോദ്യത്തിലും അതിൻ്റെ സിലബസിലും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ സമീപകാലത്ത് UPSC എക്സാമുകളിലെല്ലാം അതിനോടൊപ്പം തന്നെ പ്രാധാന്യം എക്കണോമിക്സിനുണ്ട്. ഇപ്പം നമ്മുടെ GST വരെയുള്ള കാര്യങ്ങൾക്ക് പോലും അതിനകത്ത് പ്രാധാന്യം വരാറുണ്ട്. അപ്പം അതും അതിനകത്ത് പെടുന്നതാണല്ലോ. ഈ ഹ്യൂമാനിറ്റീസ് കോഴ്സുകൾ വരുന്നൊരു കാര്യമാണ് എക്കണോമിക്സ്. അപ്പം അത് പഠിക്കണമെന്ന് ധാരാളം കുട്ടികളിപ്പോൾ താല്പര്യം എടുത്തിട്ട് പോവാറുണ്ട്. ഇപ്പോൾ നമ്മുടെ IIT മദ്രാസിലുള്ള ഇൻ്റഗ്രേറ്റഡ് ഹ്യൂമാനിറ്റീസ് കോഴ്സ് 5 ഇയർ കോഴ്സ് ഉണ്ട്. അപ്പം അതുപോലുള്ള കോഴ്സുകൾക്ക് വേണ്ടി ധാരാളം പേര് പോകുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഒരു അനൗദ്യോഗികമായൊരു കണക്കനുസരിച്ചാണെങ്കിൽ സമീപകാലത്ത് ഹ്യൂമാനിറ്റീസ് +1 +2 പഠിക്കാൻ കുട്ടികൾ കൂടിയിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്ന കോഴ്സിലേക്ക് നമ്മൾ പോകാൻ നേരത്തെ പറഞ്ഞ അത്രയും പാഷനേറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും നിർബന്ധമായി നമ്മൾ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം മതി +1 +2 ലെവലിൽ നമ്മൾ ഹ്യൂമാനിറ്റീസിലേക്ക് പോകാൻ. അല്ലാതെ നമ്മൾ ഹ്യൂമാനിറ്റീസിന് വേണ്ടി ഹ്യൂമാനിറ്റീസിലേക്ക് പോകണമെന്ന് നിർബന്ധമില്ല. കാരണം +1 +2 ലെവലിൽ സയൻസ് പഠിച്ചാലും കൊമേഴ്സ് പഠിച്ചാലും നമുക്ക് ഹ്യൂമാനിറ്റീസ് ലെവലിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടിക്കുള്ളൊരു സാധ്യത എല്ലാ മേഖലകളിലേക്കും പിന്നീട് തിരിയാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് സയൻസ് ബേസ് ഉണ്ടാവണമെങ്കിൽ +2 വരെ ഉണ്ടാവുന്നതിൽ തെറ്റില്ല. അതിനുശേഷം നമുക്ക് സ്പെഷ്യലൈസേഷനോടെ നേരത്തെ പറഞ്ഞ മാതിരി അത്തരം പാഷൻ നമുക്ക് അപ്പോഴും നിലനിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും ഹ്യൂമാനിറ്റീസിലേക്ക് നമുക്ക് പോകാൻ ഒരുപാട് അവസരങ്ങൾ ഇപ്പോഴുണ്ട്. കേരളത്തിൽ തന്നെയും ധാരാളം നല്ല കോഴ്സുകളുണ്ട്. ഒരുപാട് കോളേജുകളിൽ, യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നേരത്തെ തന്നെ ഉണ്ട്, ഇപ്പോഴല്ല. കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ മിക്കവാറും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വളരെ നല്ല രീതിയിൽ ഇത്തരം കോഴ്സുകൾ നടത്തുന്നതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗം പോലെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ചരിത്രകാരന്മാർ MGS നാരായണനും രാജൻ ഗുരുക്കളും MR രാഘവാരും
KKN കുറുപ്പും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ചരിത്ര വിഭാഗമാണ് കോഴിക്കോട് യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചരിത്ര വിഭാഗം. അത്രയും പ്രശസ്തമായ ചരിത്ര വിഭാഗമാണ്. രാജൻ ഗുരുക്കൾ പിന്നീട് MG യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ വരെ ആവുകയും ചെയ്തു. അപ്പോൾ അത്തരത്തില് നമുക്ക് എല്ലാവർക്കും പഠിക്കാവുന്ന കുറേ ഹ്യൂമാനിറ്റീസ് മേഖലകളെ കുറിച്ച് ധാരാളം എൻക്വയറി പലപ്പോഴും വരാറുണ്ട്. ഇതിനകത്ത് എന്തുകൊണ്ട് അധികം പേര് അങ്ങനെ ചോദിച്ചില്ല എന്ന് എനിക്കൊരു സംശയം തോന്നി. ഏതായാലും ഞാൻ ജേർണലിസത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് ഞാൻ ജേർണലിസത്തെ കുറിച്ച് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. അതും അധികം പേര് ചോദിച്ചില്ല. എന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നത് പുതിയ തലമുറയിലെ ആളുകൾക്ക് ജേർണലിസത്തോടുള്ള താല്പര്യം കുറയുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ അവർക്ക് ജേർണലിസത്തെ കുറിച്ചുള്ള അറിവ് കുറവുള്ളതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. ജേർണലിസം ഒരു പാഷനായിട്ടോ ജേർണലിസം ഒരു കരിയറായിട്ടോ ഇപ്പോൾ ഓപ്റ്റ് ചെയ്യുന്ന ആളുകൾ എന്താണ് കുറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലായിരിക്കും എല്ലാവരുടെയും ശ്രദ്ധ കൂടുതൽ പോകുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ പോലും ഉൾക്കൊള്ളുന്നതാണ് ഇപ്പോഴത്തെ ജേർണലിസം മേഖല എന്ന് പറയുന്നത്. മുമ്പ് ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചു വരുന്ന സമയത്ത് ഇപ്പോഴും തുടരുന്ന നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രിന്റ് ജേർണലിസം എന്ന് പറഞ്ഞിട്ട്, ഫോട്ടോ ജേർണലിസത്തെ കുറിച്ച് പലരും ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറയാം. പ്രിന്റ് ജേർണലിസത്തെ കുറിച്ച് മാത്രം നമുക്ക് ഓപ്റ്റ് ചെയ്തിട്ട് വരാൻ പറ്റുന്ന ഒന്നായിരുന്നു ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മളെ കാലത്തിൽ വന്നിട്ടുള്ള ഒരു വലിയ മാറ്റം, നമ്മൾ ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ഡിജിറ്റൈസ് ചെയ്യപ്പെട്ട ഒരു ജനതയാണ് ലോകം മുഴുവനുള്ളത്. അത് കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ അത് ഏറെക്കുറെ അങ്ങനെ ആവുകയും ചെയ്തു. വളരെ വലിയ മാധ്യമങ്ങൾ പോലും അവരുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് മാത്രമായിട്ട് ചുരുക്കുന്ന ഒരവസ്ഥ വന്നു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് ചുരുക്കി എന്ന് പറയുന്നത് പോലും ശരിയല്ല. കാരണം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഈസ് മോർ ഓവർ എ ബിഗർ പ്ലാറ്റ്ഫോം ദാൻ പ്രിന്റ് എന്ന് പറയേണ്ടി വരും. കാരണം പ്രിന്റ് എത്തുന്നതിനേക്കാളൊക്കെ എത്രയോ അധികം സ്ഥലത്തേക്കാണ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എത്തുന്നത്. പക്ഷേ നേരത്തെ നമ്മൾ ആദ്യം പഠനത്തിന്റെ രീതിയെക്കുറിച്ചൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കാണുന്നതോ തൊട്ട് വായിക്കുന്നതോ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നതുമായ കാര്യങ്ങളാണ് നമുക്കിപ്പോഴും നമ്മളുടെയൊക്കെ വായനാശീലത്തിൽ ഓർമ്മയിൽ നിലനിൽക്കുമെന്ന് തോന്നുന്ന ഒരു ശൈലി. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലോകമെങ്ങും അച്ചടി മാധ്യമങ്ങൾക്ക് വലിയ ക്ഷീണം സംഭവിക്കുമ്പോഴും ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ എന്താണെന്നറിയില്ല, അത് വളരെ അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ്. ജേർണലിസത്തിന്റെ ഇത്തരം അച്ചടി മാധ്യമങ്ങൾക്ക് ഇപ്പോഴും നല്ല പ്രചാരവും പിന്തുണയും കിട്ടുന്നു എന്നുള്ളതാണ്. കാലക്രമേണ താല്പര്യങ്ങൾക്കും ഒക്കെ മാറ്റം വരുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ ആ തരത്തിൽ നമുക്ക് ജേർണലിസം എന്ന് പറയുന്നത് ഒരു കരിയർ ആക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഒരു മേഖലയിൽ നമ്മുടെ ചിന്ത ഇപ്പോൾ ഒതുങ്ങി നിൽക്കരുത്. നമ്മളൊരു സിവിൽ സർവന്റ് ആവാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്തും ഉള്ളത് നമ്മുടെ നിരീക്ഷണ പാഠവും തന്നെയാണ് ഒരു ജേർണലിസ്റ്റിന് ഏറ്റവും വേണ്ടത്. ഒരു ജേർണലിസ്റ്റിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അയാളുടെ ഭാഷയായിരിക്കണം എന്ന് പൊതുവിലൊരു ധാരണ ഉണ്ടെങ്കിലും, അത് ഭാഷ രണ്ടാം കിട ആവരുത് എന്നുള്ളത് സത്യമാണെങ്കിലും, ഭാഷയോളമോ അല്ലെങ്കിൽ ഒരു പടി അതിനേക്കാൾ മുന്നിലോ നിൽക്കുന്നത് അയാളുടെ നിരീക്ഷണ പാഠവും തന്നെയാണ്. ഒരു ഒബ്സർവേഷൻ പവർ ഇല്ലാത്ത ഒരാൾക്ക് ഒരിക്കലും നല്ല ജേർണലിസ്റ്റ് ആവാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നല്ല വായനയും നല്ല നിരീക്ഷണ പാഠവും അന്നന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധവും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ പുറകെ പോകാനുള്ള ഒരു താല്പര്യവും ഇന്നലെ നടന്ന കാര്യങ്ങളോട് നമ്മുടെ ഏറ്റവും വലിയ ഒരു സമീപകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷമം നേരിടുന്ന ഒരു കാര്യം ആരുടെയും ഒരു കുറ്റമല്ല എങ്കിൽ പോലും ചരിത്രബോധം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളുടെ ഇടയിലോ പുതിയ തലമുറയുടെ ഇടയിലോ നഷ്ടപ്പെട്ടു പോകുന്നു തോന്നുന്നു. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ കണ്ടാലോ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാലോ പോലും അറിയില്ല എന്ന് വിചാരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അപ്പൊ അങ്ങനെ അത്രയോ കുട്ടികൾ ഇപ്പോഴുണ്ട്. നമ്മൾ അതിനപ്പുറത്തേക്ക് പിന്നെ EMSലേക്കോ അച്യുതമേനോനിലേക്കോ പിന്നെ പോകേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. അത്രയ്ക്ക് ചരിത്രബോധത്തിന്റെ കുറവ് നമ്മളുടെ പല കാര്യങ്ങളിലും വരാറുണ്ട്. ഞാനത് ജനറലൈസ് ചെയ്ത് പറയുന്നതിന്റെ കാരണം എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഇത് ജനറൽ ട്രെൻഡായിട്ട് കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. എല്ലാവരും അങ്ങനെ ആവില്ല എന്നുള്ള സത്യമാണ്. പക്ഷെ ഈ ചരിത്രബോധം ഇല്ലായ്മ ഉണ്ടാവുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളും ചരിത്രത്തിൽ ഇല്ലാതായി പോകുന്നു നമ്മൾ ആലോചിക്കണം. കാരണം നമുക്ക് പുറകെയും തലമുറ വരുന്നുണ്ട്. ആ തലമുറ കുറച്ച് കഴിയുമ്പോൾ ചരിത്രത്തിൽ നിന്ന് നമ്മളെയും ചവിട്ടി പുറത്ത് കളയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പ്രസക്തിയും നമ്മളുടെ സംഭാവനകളും ഒക്കെ തന്നെ പുറത്തു പോകുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ട് ചരിത്രം എന്ന് പറയുന്നത് ചരിത്രം പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല. ചരിത്രം എന്ന് പറയുന്നത് ചരിത്രം പഠിക്കാത്തവർക്കും ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്കാണെങ്കിൽ തീർച്ചയായും അത് അനിവാര്യവുമാണ്. ജേർണലിസം പഠിക്കാൻ പറ്റിയ സ്ഥാപനങ്ങൾ ധാരാളം കേരളത്തിലുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളാണ് കൂടുതലുള്ളത്.
സർക്കാർ മേഖലകളാണെങ്കിൽ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്, പ്രസ് ക്ലബ്ബുകളുമായി ബന്ധപ്പെട്ട കോഴ്സുകളുണ്ട്. കൊച്ചിയിൽ കേരള സർക്കാരിൻ്റെ കേരള മീഡിയ അക്കാഡമി ഉണ്ട്. മുൻപ് അത് കേരള പ്രസ് അക്കാഡമി എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കേരള മീഡിയ അക്കാഡമിയുടെ കീഴിലുള്ള ജേർണലിസം ഡിപ്ലോമ കോഴ്സ് ആണെങ്കിൽ പോലും ഇപ്പോഴും മാധ്യമ സ്ഥാപനങ്ങൾ വലിയ തോതിൽ പരിഗണിക്കുന്ന ഒന്നാണ്. ഇതിനൊക്കെ അപ്പുറം നമ്മൾ പഠിക്കുന്ന ജേർണലിസം സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതൊരു ക്വാളിഫിക്കേഷൻ ഈസ് ജസ്റ്റ് എ ക്വാളിഫിക്കേഷൻ ഓൺലി. അതിൽ നമ്മളുടെ പ്രയോഗവും നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ എക്സ്പെർട്ടൈസും നമ്മൾ അതിൽ കൊടുക്കുന്ന ഒരു ഒരു വാല്യൂ അഡീഷനുമാണ് ജേർണലിസത്തെ എപ്പോഴും ഭംഗിയാക്കി നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കാലത്ത് ജേർണലിസ്റ്റിനും വേണ്ടതുപോലെ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൂടുതലായി വേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ടെക്നോളജിയെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം. പുതിയ തലമുറയ്ക്ക് ആ കാര്യത്തിൽ വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ, ഞാൻ ആദ്യം പറഞ്ഞു, പ്രിന്റ് ജേർണലിസ്റ്റ് ആയിട്ട് മാത്രം ഇനി മനസ്സിൽ ഒരിക്കലും തോന്നരുത്, നിൽക്കരുത്. ഞാനിപ്പോൾ നാളെ വന്നിട്ട് പത്രത്തിന്റെ ഒരു ജേർണലിസ്റ്റ് ആണ്, സ്വാഭാവികമായും നിങ്ങൾ പത്രത്തിൽ നിയോഗിക്കപ്പെട്ട ആളാണെങ്കിൽ പത്രത്തിന്റെ ജേർണലിസ്റ്റ് ആണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു TV ജേർണലിസ്റ്റും ഒരു ഓൺലൈൻ ജേർണലിസ്റ്റും ഒരു ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റും ഉണ്ടായിരിക്കണം. ഏത് നിമിഷവും മൾട്ടിമീഡിയ ലെവലിലേക്ക് മാറാൻ പറ്റുന്ന ചിന്താശേഷിയും അതിനുള്ള തൽപരതയും അതിനുള്ള സന്നദ്ധതയുമുള്ള ആളുകൾക്ക് മാത്രമേ ഇനിയുള്ള കാലത്ത് ജേർണലിസം ഫീൽഡിൽ ശോഭിക്കാൻ കഴിയൂ. കാരണം ജേർണലിസ്റ്റിന്റെ ശൈലികൾ മാറുകയാണ്. നമ്മൾ ഇന്ന് കാണുന്ന ജേർണലിസം അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഉണ്ടാവണമെന്നില്ല. 10 വർഷം മുമ്പുണ്ടായിരുന്ന ജേർണലിസം അല്ല ഇന്നുള്ളത്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന വളരെ ശക്തമായ ഒരു നാലാം തൂൺ എന്ന് പറയുന്ന നമ്മുടെ മാധ്യമങ്ങളുടെ വേണമെങ്കിൽ 5ാം തൂണ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പൂർണ്ണമായും വിശ്വസിക്കാനോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാനോ പറ്റുന്നതല്ല എന്നുള്ള സത്യമാണെങ്കിലും അതിൻ്റെ ശക്തി, അതിൻ്റെ ജനകീയത വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ കൂടി ഇടപെടുകയും അതിൽ നിന്ന് ആവശ്യമുള്ളത് സ്വീകരിക്കാനും പഠിക്കാനും അതിനെ നിരീക്ഷിക്കാനും ഒക്കെ കഴിവും താല്പര്യമുള്ള ആളുകൾക്കും കൂടിയാണ് ജേർണലിസം എന്നുള്ളത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി ജേർണലിസ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ ധാരണ അതൊരു ജേർണലിസ്റ്റിന് മാത്രം വേണ്ടതാണ് എന്നുള്ളതാണ്. സത്യത്തിൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും വേണ്ടതാണ്. നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും, നമ്മൾ ഉറങ്ങുമ്പോഴാണെങ്കിലും, നമ്മൾ TV കാണുമ്പോഴാണെങ്കിലും, നമ്മൾ വായിക്കുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്കൊരു എഡിറ്റിംഗ് ആവശ്യമല്ലേ? കാരണം എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ അതിനൊരു കൃത്യമായ ഒരു സമയവും കണക്കും ഒക്കെ നമ്മൾ എല്ലാത്തിനും വെക്കാറുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാത്തിനും ഒരു കൃത്യത ഉണ്ടാവുക എന്ന് പറയുന്നത് അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കായിട്ട് വേണമെങ്കിൽ എഡിറ്റിങ്ങിനെ കാണാം. അപ്പോൾ ആ തരത്തിൽ ഒരു എഡിറ്റിംഗ് നിങ്ങളുടെ എഴുത്തിലായാലും നിങ്ങളുടെ വായനയിലായാലും നിങ്ങളുടെ ചിന്തയിലായാലും നിങ്ങളുടെ സംഭാഷണത്തിലായാലും വാക്ചാതുരിയിലായാലും ഒക്കെ നമ്മൾ ഒരു ഒരു പ്രാക്ടീസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ഗുണം ചെയ്യും. ജേർണലിസ്റ്റ് ആവാൻ വളരെ കൂടുതൽ ചെയ്യും. അങ്ങനെ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന ഞാൻ തന്നെ അധികം നീട്ടി സംസാരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് കിട്ടിയ സമയം ഞാൻ ഏതാണ്ട് 1.5 മണിക്കൂർ കൃത്യമായി അവസാനിപ്പിക്കുകയാണ്. തുടങ്ങിയപ്പം ഏതാണ്ട് ഒരു 3:10 അല്ല 2:10 ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ. കാരണം ഏത് സെഷനും നീണ്ടുപോയി കഴിഞ്ഞാൽ അതിനൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരു കാര്യം അവസാനമായി ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. നമ്മൾക്ക് നമ്മുടെ എല്ലാവരെയും ജോലിയാണ് നമ്മളെല്ലാവരും എപ്പോഴും അലട്ടാറുള്ളൊരു കാര്യം. നമുക്ക് എന്ത് ജോലി കിട്ടും, നമ്മൾ എന്ത് ജോലി ചെയ്യും, ഇനിയുള്ള കാലത്ത് എന്ത് ജോലിയായിരിക്കും ഞങ്ങൾക്കൊക്കെ ഉണ്ടാവും. ഒരുപക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ആ തരത്തിൽ പലതും അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കോവിഡ് കഴിഞ്ഞാൽ ഈ ലോകം അവസാനിക്കുകയാണ്, ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്കൊന്നും ഭാവിയില്ല, ഞങ്ങളൊന്നും പഠിച്ചിട്ട് കാര്യമില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. കാലം ഇതിനേക്കാൾ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ പറഞ്ഞ ചരിത്രം വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഈ കൃത്യം 102 വർഷം മുമ്പ് ഇതിനേക്കാൾ ഭീകരമായ ഒരു പാൻഡമിക്, പ്ലേഗ് അല്ല മറ്റേ ന്യൂമോണിയ ഇവിടെ പടർന്നു പിടിച്ചിട്ട് ഇതിനേക്കാൾ എത്രയോ അധികം ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഒരു പിന്തുണയൊന്നും ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒന്നും കണക്ക് ചരിത്രത്തിൽ ഇല്ലാതെ പോയി. അതുകൊണ്ട് എത്ര പേര് മരിച്ചു, എത്ര കോടി ആളുകൾ മരിച്ചു, എത്ര ലക്ഷം ആളുകൾ മരിച്ചു എന്നൊന്നും നമുക്ക് ഇപ്പോഴും കൃത്യമായിട്ട് അറിയില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് ഇത്രയും മെഡിക്കൽ സൗകര്യങ്ങളില്ല, ഇത്രയും കമ്മ്യൂണിക്കേഷൻ സൗകര്യങ്ങളില്ല, ഇത്രയും ഭരണകൂട ഇടപെടലുകൾക്കുള്ള അവസരങ്ങളില്ല. എന്നിട്ട് പോലും ആ കാലഘട്ടത്തെ അതിജീവിച്ച് നമ്മുടെ ലോകം എത്ര മുന്നേറി കഴിഞ്ഞു. അതുകൊണ്ട് കുട്ടികൾ ഒരിക്കലും ഈ ലോകം ഇവിടെ തീരുകയാണെന്നും ഇതിനു വേണ്ടിയിട്ട് നമ്മളിനി പ്രത്യേകിച്ച് പരിശ്രമിച്ചിട്ട് കാര്യമില്ലെന്നും വിചാരിക്കരുത്. അങ്ങനെ ഒരിക്കലും ആരും കാണരുത്. അങ്ങനെ കാണാതിരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അടിസ്ഥാനപരമായി നമ്മൾ നിലനിർത്തേണ്ടത് നമ്മുടെ പഠന നിലവാരവും നമ്മളുടെ മറ്റ് ബോധ്യങ്ങളും ഒക്കെ തന്നെ പ്രധാനപ്പെട്ടതാണെങ്കിലും അടിസ്ഥാനപരമായി നമ്മൾ നിലനിർത്തേണ്ടത് നമ്മുടെ ആത്മവിശ്വാസമാണ്.
ഞാൻ ആ പ്രായത്തിലുള്ള കുട്ടികളായതുകൊണ്ട് പറയുകയാണ്. അതിനകത്ത് പങ്കെടുക്കുന്നതിൽ പ്രായം കൂടിയ ആളുകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ കുട്ടികളോടാണ് പറയുന്നത്. ആത്മവിശ്വാസം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മൾ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ നമുക്ക് മുന്നോട്ട് ഉള്ള ഏത് കാര്യത്തിലും നമ്മളുടെ ചുവടുകൾ പതറിപ്പോവും. അപ്പൊ ജോലിയെ കുറിച്ചുള്ള അങ്കലാപ്പ് കാര്യമായി നിങ്ങൾ ഇപ്പോൾ നോക്കരുത്. നിങ്ങളിപ്പോൾ പഠനത്തെക്കുറിച്ചുള്ള കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മൾക്ക് രണ്ട് തരത്തിലാണ് നമ്മുടെ ജോലി ഉണ്ടാവുക. നമുക്ക് കിട്ടുന്ന ജോലിയുമുണ്ട്, നമുക്ക് പറ്റുന്ന ജോലിയുമുണ്ട്. മിക്ക ആളുകൾക്കും, ഏറെക്കുറെ ഒരു 80% ആളുകളും കിട്ടുന്ന ജോലിയിൽ ജീവിതാന്ത്യം വരെ തുടരുകയും റിട്ടയർ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് പലരും ചെയ്യാറുള്ളത്. നമുക്ക് പറ്റുന്ന ജോലിയിൽ കയറുന്ന ആളുകൾ വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ. നമുക്ക് എങ്ങനെയാണ് പറ്റുന്ന ജോലിയിൽ കയറാൻ പറ്റുക എന്ന് നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ നമുക്ക് മുൻകൂട്ടി തീരുമാനിക്കാൻ പറ്റുന്ന ഒരു മേഖല, നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചറിയാൻ ഉള്ള പ്രായമാകുമ്പോഴാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നത്. അതിനുവേണ്ടിയാണ് ഏകദേശം ഇതിനൊക്കെ പ്രായം കൃത്യമായിട്ട് നിർണയിച്ച് വെച്ചിരിക്കുന്നത്. 17 വയസ്സ് 16 വയസ്സൊക്കെ ആകുമ്പോഴാണ് കുട്ടികൾ ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു സിലബസ് ക്രമം, ഒരു പഠനക്രമം നമുക്കുള്ളത് ഇതിനു വേണ്ടിയാണ്. അപ്പൊ ആ ഒരു പ്രായത്തിലേക്ക് ആകുമ്പോഴേക്ക് ഞാൻ എന്താണെന്നും എനിക്ക് എന്ത് പറ്റും എന്നുള്ളതിനെ കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ, എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി തീരുമാനം എടുക്കാൻ പറ്റില്ല, ഏറെക്കുറെ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ധാരണയുള്ള ഒരാൾക്ക് എനിക്ക് പറ്റുന്ന ജോലി എന്താണ് എന്നുള്ളതിനെ കുറിച്ചും ഏറെക്കുറെ ധാരണ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് പറ്റുന്ന ജോലികൾ എന്താണെന്ന് കണ്ടെത്താനും നമ്മൾ എന്ത് പഠിക്കണമെന്ന് കണ്ടെത്താനും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ഇപ്പോൾ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള സൈറ്റുകൾ ധാരാളമുണ്ട്. അത്തരത്തിലുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്. കേരളത്തിന്റെ സർക്കാരിന്റെ കീഴിലുള്ള പിന്നെ എഡ്യൂക്കേഷണൽ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് അത്തരത്തിലുള്ള ആപ്റ്റ്യൂഡ് ടെസ്റ്റ് നടത്താറുണ്ട്. അവരുടെയൊക്കെ സൈറ്റുകളിൽ പോയാൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ അത് കൊണ്ട് നമ്മളെക്കുറിച്ച് അറിയാനുള്ള ശാസ്ത്രീയമായ അത്തരം വഴികൾ വേറെ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉപയോഗപ്പെടുത്താം. ഒപ്പം തന്നെ നമ്മൾ ആരാണ് എന്നുള്ളത് നമ്മൾ സ്വയം ചോദിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ചോദ്യമാണ്. ഏത് പ്രായത്തിലാണെങ്കിലും, ചെറിയ കുട്ടി മുതൽ പ്രായമുള്ള ആളുകൾ വരെ നമ്മൾ ആരാണെന്നും നമ്മൾ എങ്ങോട്ട് പോകുന്നുവെന്നും നമ്മൾ എന്ത് ചെയ്യുന്നുവെന്നും എന്തിന് ചെയ്യുന്നുവെന്നും നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പ്രയോജനമുണ്ടോ മറ്റുള്ളവർക്ക് പ്രയോജനമുണ്ടോ എന്നും കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മൾ നവീകരിക്കപ്പെടുന്നുള്ളൂ. ഓരോ ദിവസവും നമ്മൾ നവീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കുളത്തിലെ ഒഴുക്കില്ലാതെ കിടക്കുന്ന വെള്ളം പോലെ നമ്മൾ അഴുക്കടിഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളായി മാറും. അതുകൊണ്ട് വെറും കിട്ടുന്ന ജോലിയിൽ അവസാനിപ്പിക്കാതെ നമുക്ക് പറ്റുന്ന ജോലിയിൽ ജീവിതാന്ത്യം വരെ തുടരാനും, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലിയായി അതിനെ മാറ്റാനും, ഇഷ്ടപ്പെട്ട ജോലിയായി നമുക്ക് കഷ്ടപ്പെടാതെ ജീവിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. വലിയ നല്ല കാലം എല്ലാവർക്കും വരട്ടെ. നാളെ ചിങ്ങം 1 ഏറ്റവും പ്രസന്നമായ ഒരു കാലമാണ് ചിങ്ങം എന്ന് പറയുന്നത്. ഇന്ന് കർക്കിടകം തീരുന്നു. അപ്പോൾ നാളെ മുതൽ ഞാൻ ഈ പറഞ്ഞതിൽ കൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രകാശകിരണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നെങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഇതിലേക്ക് എന്നെ ക്ഷണിച്ചവരോട് ഒരിക്കൽ കൂടി പ്രത്യേകം നന്ദി പറയുന്നു. വളരെ നന്നായി എന്ന് VS വാര്യർ സാറിൻ്റെ ഒരു കമൻ്റ് എനിക്ക് കിട്ടി. അതാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതിലുള്ള ഏറ്റവും വലിയ ഒരു സമ്പാദ്യം. അദ്ദേഹത്തെ പോലൊരാൾ അങ്ങനെ പറയുന്നു എന്നുള്ളത് തന്നെ ഒരുപക്ഷെ വീഴ്ചകൾ ഉണ്ടാകാം. അത് തീർച്ചയായും ഞാൻ അദ്ദേഹവുമായി സംസാരിച്ച് തിരുത്താൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ വന്നിരുന്നു. എനിക്കതിൽ ചിലതിന് വിവരങ്ങൾ എടുക്കേണ്ടതുണ്ട്. എടുത്തിട്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൊടുക്കാൻ പറ്റുന്ന വിവരങ്ങൾ സദ്ഗമയിലേക്ക് കൊടുക്കാം. നന്ദി അറിയിച്ചുകൊണ്ട് ഒരുപാട് പേരുടെ കമൻസ് വരുന്നു. വളരെ സന്തോഷം. എല്ലാവർക്കും എൻ്റെ വ്യക്തിപരമായ നന്ദി ഞാൻ തിരിച്ചറിയിക്കുന്നു. ഇത് ഒരു വലിയ ഒരു പ്രയത്നമായിട്ട് നമ്മുടെ വാര്യർ യൂത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരു മേഖലയല്ല, എത്രയോ മേഖലകളുണ്ട്, എത്രയോ അവസരങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഏത് പ്രയത്നവും, അതിൽ 10 കുട്ടികളെ പങ്കെടുക്കുന്നുള്ളെങ്കിലും നമ്മൾ ചെറുതായിട്ട് കാണേണ്ട കാര്യമില്ല. ഒരുപാട് 112 പേര് ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. 112 പേരും എല്ലാവരും മുഴുവൻ സമയം ഉണ്ടായിരുന്നു എന്നല്ല പറയുന്നത്. എന്നാലും 112 പേര് ഇതിനകത്ത് പങ്കെടുക്കാൻ താല്പര്യം കാണിച്ചിട്ടുണ്ട്. നമുക്ക് വെർച്വൽ പ്ലാറ്റ്ഫോമിലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, മുമ്പ് നമുക്ക് ഒരു ഹാളിൽ ഒരു പരിപാടി നടത്തുമ്പോൾ അവിടെ 10 പേരെ വന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുമായിരുന്നു. ഇപ്പോൾ 10 പേരെ പങ്കെടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമമില്ല. കാരണം 10 പേര് വന്ന് പങ്കെടുത്താലും 100 പേര് വന്ന് പങ്കെടുത്താലും നമ്മളെല്ലാ പരിപാടിയും ഒരുപോലെയാണ് നടത്തുന്നത്. നമ്മളെല്ലാവരോടുമാണ് സംസാരിക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ടോ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിക്കുന്ന ആൾക്കും പ്രശ്നമില്ല, കേൾക്കുന്നവർക്കും പ്രശ്നമില്ല, കിട്ടുന്നവർക്ക് അതിൻ്റെ ഗുണമുണ്ട് താനും. അതാണ് വെർച്വൽ പ്ലാറ്റ്ഫോമിൻ്റെ മറ്റൊരു ഗുണം. നമ്മൾ ആദ്യമേ പറഞ്ഞു, കാലം മാറുമ്പോൾ ഉണ്ടാവുന്ന പുതിയ പുതിയ അവസരങ്ങളാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. അതിലാണ് നമ്മൾ ഇനി മുന്നോട്ട് മനസ്സ് വെക്കേണ്ടതും. സമയം നീട്ടുന്നില്ല.
കുറച്ച് 10 മിനിറ്റിലധികം സമയം കൂടിപ്പോയി, ക്ഷമിക്കുക. അങ്ങനെ ഇതുപോലൊരു അവസരം വാര്യ സമാജത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ശ്രീ ചേട്ടാ. ഞാൻ വിഷ്ണു, നിലവിലെ എറണാകുളം യുവജനവേദിയുടെ സെക്രട്ടറിയാണ്. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടൊരു ടോക്കായിരുന്നു. അത് വളരെ എന്താ പറയാ, നമുക്ക് വളരെ എനർജി തരുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പൊ ഞാനിപ്പോ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്, എന്റെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ചോദ്യമാണ്, ഇനി എന്താണ് ചെയ്യുന്നത്, പഠിത്തം കഴിഞ്ഞില്ലേ ഇനി എന്ത് ചെയ്യും. ഇപ്പൊ നമുക്ക് ഒരുപാട് ഫീൽഡുകൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഫീൽഡിന് ആദ്യം തന്നെ വളരെ ഊർജ്ജസ്വലതയോടെ ക്ലാസ് എടുത്ത ചേട്ടന് എന്റെ പേരിൽ ഞാൻ നന്ദി പറയുകയാണ്. ഇതിന്റെ പേരിൽ ഞങ്ങൾ ചെറിയൊരു ഉപഹാരം ചേട്ടന് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കോവിഡിന്റെ ഒരു സിറ്റുവേഷനിൽ നമുക്കത് ഇപ്പൊ തരാൻ നിവൃത്തിയില്ല, അതിന് വളരെ വിഷമമുണ്ട്. പക്ഷെ നമ്മളത് രാജീവേട്ടൻ വഴി ചേട്ടന്റെ വീട്ടിൽ എത്തിക്കുന്നതാണ്. ഇനി ഇവിടെ വന്നിരുന്ന ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്, കുറെ ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടി, കരിയർ ബേസ്ഡ് ആയിട്ടുള്ള കുറെ ചോദ്യങ്ങൾ കിട്ടി. അതിനെല്ലാത്തിനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് നമുക്ക് വിഷമമുള്ള കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ഫെസിലിറ്റി ഇവിടെ കമന്റ് സെക്ഷനിൽ ഒരു ലിങ്ക് പോകുന്നുണ്ട്. അതായത് നമ്മുടെ സദ്ഗമയ മാഗസിന്റെ ഒരു ലിങ്കാണ്. അപ്പൊ അത് ഒരു ഫോമാണ്. ആ ഫോമിൽ നിങ്ങളുടെ പേര്, ഇമെയിൽ ഐ ഡി തന്നു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. ഒന്ന്, നിങ്ങൾ ചോദിക്കുന്ന എന്ത് ചോദ്യമാണോ, നിങ്ങൾക്ക് എന്തിനെ കുറിച്ചാണോ അറിയേണ്ടത്, ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ കമന്റ് സെക്ഷനിൽ എഴുതുക. കൂടെ ഈ പ്രോഗ്രാമിന്റെ കമന്റ്, പ്രോഗ്രാം എങ്ങനെയുണ്ടായി, നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്നൊരു കമന്റ് കൂടി ഉൾപ്പെടുത്തുക. ഒപ്പം ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഓൺലൈൻ മാഗസിൻ ആയിട്ടുള്ള സദ്ഗമയിലൂടെയാണ്. ഇപ്പൊ 4ാമത്തെ എഡിഷൻ പെൻഡിങ് ആണ്. ഇതിനു വേണ്ടി ഞങ്ങൾ ഒരു സ്പെഷ്യൽ എഡിഷൻ തന്നെ ഇറക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനായിട്ട്. അപ്പൊ അതിലേക്കുള്ള സബ്സ്ക്രിപ്ഷനും നിങ്ങൾക്ക് ആ ഇമെയിൽ ഐ ഡി അവിടെ കൊടുത്താൽ ഞങ്ങൾ അതിലേക്ക് ഫോർവേഡ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അതാണ് നമ്മളുടെ ഒരു ഇത്. ഇനി നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് യൂസ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഒരു പ്രോഗ്രാം ഓണർ നിന്നിരുന്ന പ്രോഗ്രാം ഇതാണ്. നമ്മളുടെ ഒരു ഒരു ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ. എന്റെ സ്ക്രീൻ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മളുടെ നെക്സ്റ്റ് ചാർട്ടേഡ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരെണ്ണമുണ്ട്. അത് എന്ന് പറയുന്ന ഒരു എംപ്ലോയബിലിറ്റി സ്കിൽസ് എന്ന് പറയുന്ന ഒന്നാണ്. അത് നമ്മൾ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞവർക്കുമായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു എംപ്ലോയബിലിറ്റി സ്കില്ല്. അതും നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു സെപ്റ്റംബർ 14-നാണ് നമ്മൾ 13-നാണ് നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആ പ്രോഗ്രാമിനും എല്ലാവരുടെയും അറ്റൻഷൻ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ക്ഷണിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മളുടെ ഒരു ഓൺലൈൻ ആയിട്ട് നടത്തിയ മൊബൈൽ ഫോട്ടോഗ്രാഫി കോമ്പറ്റീഷൻ ആണ്. അതിന്റെ റിസൾട്ട് നമ്മൾ ആദ്യമായിട്ട് ഈ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ പുറത്തുവിടുന്നത്. ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുള്ളത് ശ്യാംലാൽ വി, സംഗീത് ചാവക്കേരി, മട്ടന്നൂർ, കണ്ണൂർ ഡിസ്ട്രിക്ട്. അദ്ദേഹത്തിനാണ് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. സെക്കൻഡ് പ്രൈസ് ദർശന വാര്യർ, ഡോക്ടർ ഓഫ് കൃഷ്ണകുമാർ, കൃഷ്ണ നിവാസ്, പാലക്കാട്. ആ കുട്ടിക്കാണ് സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഒപ്പം നമ്മൾ ഒരു രാമായണ പ്രശ്നോത്തരി മത്സരം, രാമായണ പ്രശ്നോത്തരി ഫസ്റ്റ് പാർട്ടും ഉണ്ടായി, സെക്കൻഡ് പാർട്ടും ഉണ്ടായി. ഇത് 2.0, അതായത് സെക്കൻഡ് പാർട്ട് എല്ലാവരുടെയും അതിൽ പങ്കെടുത്ത മത്സരാർത്ഥികളുടെ പിന്നെയുള്ള അഭ്യർത്ഥന മാനിച്ച് നമ്മൾ ചെയ്തതാണ്. അത് നടത്തിയത് ഗൂഗിൾ ഫോംസ് വഴിയാണ്. അപ്പൊ അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് സൂര്യകൃഷ്ണ, മുല്ലപ്പള്ളി വാര്യം, ഇരിങ്ങോൾ, പെരുമ്പാവൂർ. സെക്കൻഡ് പ്രൈസ് ലേഖാട്ടി, തെക്കേടത്ത് വാര്യം, ആസാദ് ലേ, കോട്ടയം. തേർഡ് പ്രൈസ് 2 പേര് ഷെയർ ചെയ്തിരിക്കുകയാണ്. ഒന്ന് ആദിത്യൻ എ വി, മഞ്ചേരി, മലപ്പുറം, ശ്രീകുമാർ കെ, രായമംഗലം, നെല്ലിമോളം, പെരുമ്പാവൂർ. ഇവർ 4 പേരാണ് ഈ മത്സരത്തിലെ വിജയികൾ എന്ന് പറയുന്നു. ഇതിനകത്ത് എടുത്തു പറയേണ്ടത്, നമുക്ക് ഇതിന്റെ ഫസ്റ്റ് പ്രൈസ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് നമ്മളുടെ കണ്ണൂർ നിർമാല്യം യുവജനവേദി കണ്ണൂരാണ്. ഓക്കെ, താങ്ക് യു. ഇത്രയും 2 പ്രോഗ്രാമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ പെരുമ്പാവൂർ യൂണിറ്റിന്റെ ഒരു കഥാപ്രസംഗ നിരൂപണ മത്സരമുണ്ട്. അതിന് ആഗസ്റ്റ് 30-ആണ് ലാസ്റ്റ് ഡേറ്റ്. രാമായണത്തിലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥാപാത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് യൂത്ത് വിങ് പെരുമ്പാവൂർ യൂണിറ്റ് @gmail.com എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങളെല്ലാവരും വളരെ ഊർജ്ജസ്വലതയോടെ ക്വസ്റ്റ്യനുകൾ ചോദിച്ചു. ഈ പ്രോഗ്രാമിന്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് വൻ വിജയമാക്കി തീർന്നു. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള ശ്രീധരനെയാണ് നന്ദി പറയാനുള്ളത്. അദ്ദേഹത്തിന് എന്റെ പേരിലും വാര്യസമാജത്തിന്റെ പേരിലും ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിച്ചോളും. കൂടാതെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ജില്ലാ പ്രതിനിധികള്, അതുപോലെ തന്നെ യൂണിറ്റ് സെക്രട്ടറിമാര്, കേന്ദ്ര പ്രതിനിധികള്, അവരെയൊക്കെ ഈ ഒരു അവസരത്തിൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഞാൻ അവരെ നന്ദിയോടെ സ്മരിക്കുന്നു. ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള
ബേസിക് ആയിട്ടുള്ള കുറച്ച് ആളുകളാണ്. ആ കുറച്ച് ആളുകൾ എന്ന് പറയുന്നത് നമ്മളുടെ ഇത്രയും നേരം നമ്മളുടെ ഒപ്പം ഷെയർ ചെയ്ത ഈ 112 പേരാണ് നമ്മളുടെ ഇതിന്റെ ബേസിക് എന്ന് പറയുന്നത്. അതില് സ്റ്റുഡൻസ് ഉണ്ട്, പാരന്റ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. ഇവരെ ഓരോരുത്തരെയും യുവജനവേദിയുടെ പേരിലും എന്റെ പേരിലും ഞാൻ നന്ദി അറിയിച്ചുകൊള്ളുകയാണ്. ഇനി ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇന്റർഫേസ് ആണെങ്കിലും ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മളുടെ എറണാകുളം ജില്ലാ യുവജനവേദിയിലെയും മറ്റ് യുവജനവേദികളിലെയും സമാജത്തിലെയും ഒരുപാട് ആളുകളുണ്ട്. അവരെ എല്ലാവർക്കും ഞാൻ ഒരു ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, സമയക്കുറവുണ്ട്. നമ്മളുടെ പ്രോഗ്രാമിന്റെ ഷെഡ്യൂള് നമ്മൾ കുറച്ചൊന്ന് നീണ്ടു പോയതുകൊണ്ട് ഞങ്ങളൊന്ന് വെട്ടിച്ചുരുക്കുകയാണ്. ഇനി ആരെങ്കിലും വിട്ടുപോയത് മനഃപൂർവ്വമല്ല, ക്ഷമിക്കുക. അപ്പൊ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രോഗ്രാം അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്ലാറ്റ്ഫോം തൽക്കാലം ക്ലോസ് ചെയ്യാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളും ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഈ ചാറ്റ് ബോക്സിൽ കിട്ടിയിരിക്കുന്ന ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് വഴി കയറി എല്ലാവരും രേഖപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. Google Drive.